പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പൊ നമ്മള് പ്ലാന്റിലെ ലാസ്റ്റ് ഗ്രൂപ്പിലേക്ക് വന്നിരിക്കുന്നു, ആൻജിയോസ്പോംസ്. അപ്പൊ നമ്മൾ ഓൾറെഡി പ്ലാന്റിലെ 4 ഗ്രൂപ്പ്സ് പഠിച്ചു കഴിഞ്ഞു. ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പോംസ്. അപ്പൊ ഈ 4 ഗ്രൂപ്പുകളെക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് എന്ന് പറയുന്നത് ആൻജിയോസ്പോം. അപ്പൊ നമ്മൾ ജിംനോ പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞു, അതിനകത്ത് വലിയ ലോകത്തിലെ ഏറ്റവും വലിയ മരങ്ങൾ പോലും വരുന്നത് എവിടെയാണ്? ഈ ജിംനോസ്പോംസിനാണ്. എന്നാൽ അവരെക്കാൾ ഒരു സ്പെഷ്യാലിറ്റി കൂടുതലുണ്ട് ആർക്ക്? ആൻജിയോയ്ക്ക്, ഫ്ലവറിംഗ് കപ്പാസിറ്റി. അപ്പൊ ആൻജിയോസ്പോംസ് ആർ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലെ. ജിംനോസ്പോംസ് നോൺ ഫ്ലവറിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ വിളിച്ചത്? നാക്കഡ് സീഡഡ് പ്ലാന്റ്സ് എന്നാണ് വിളിച്ചത്. എന്നാൽ ആൻജിയോസ്പോംസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പം ഫ്ലവറിംഗ് പ്ലാന്റുകൾ എന്ന് 2 വേർഡ് പറയുന്നതിന് പകരം, ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന 2 വേർഡ് യൂസ് ചെയ്യുന്നതിന് പകരം ഒറ്റ വേർഡ് എന്താ? ആൻജിയോസ്പോംസ്. അപ്പൊ ആൻജിയോസ്പോംസ് ആർ ദി ഫ്ലവറിംഗ് പ്ലാന്റ് അല്ലേ. അപ്പൊ ആൻജിയോസ്പോംസിന്റെ ഏറ്റവും വലിയ ക്യാരക്ടർ എന്ന് പറയുന്നത് അവരുടെ സെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ ഫ്ലവർ ആണ്. അപ്പൊ എന്താണ് ഒരു ഫ്ലവർ എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ഒരു ഫ്ലവർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം സെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ പ്ലാന്റ് അല്ലേ. ഒരു പ്ലാന്റിന്റെ, കാരണം ചില പ്ലാന്റുകൾ നമ്മൾ സ്റ്റെം കട്ട് ചെയ്ത് നട്ടാൽ മുളയ്ക്കും, ചിലരുടെ ലീഫിൽ നിന്ന് പുതിയ ചെടി മുളയ്ക്കും, ചിലരുടെ റൂട്ടിൽ നിന്ന് പുതിയ ചെടി മുളയ്ക്കും. അതൊന്നും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്ല, അതൊക്കെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ്. എന്നാൽ ഒരു പ്ലാന്റില് ഫ്ലവറിൽ സീഡ് ഉണ്ടായി, സീഡ് പ്രൊഡ്യൂസ് ചെയ്ത് നടക്കുന്ന റീപ്രൊഡക്ഷൻ മാത്രമാണ് എന്ത് വിളിക്കുന്നത്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പൊ ഇവിടെ ആൻജിയോസ്പോംസിനെ സംബന്ധിച്ച് അവരുടെ സീഡ് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഫ്ലവറിൽ നിന്നാണ് അല്ലേ. അപ്പൊ ഫ്ലവേഴ്സ് ആർ ദി സെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ പ്ലാന്റ്. ഒരു പ്ലാന്റിന്റെ സെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഫ്ലവർ. ഓക്കെ അല്ലേ. അപ്പൊ ഈ ഫ്ലവറിനകത്ത് എന്താ? അപ്പൊ ഇതിനകത്ത് ആൻജിയോസ്പോംസിനെ നമുക്ക് 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം കേട്ടോ. അതാദ്യം പറയാം. ആൻജിയോസ്പോംസിനെ, ഫ്ലവറിംഗ് പ്ലാന്റുകളെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാമോ? 2 മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട്. മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട്. മോണോകോട്ട് പ്ലാന്റുകളും ഡൈക്കോട്ട് പ്ലാന്റുകളും. എന്താണ് മോണോകോട്ട്, എന്താണ് ഡൈക്കോട്ട്? ഓക്കെ അല്ലേ. അപ്പൊ മോണോകോട്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട്, അത് ഡൈക്കോട്ട് എന്ന് പറഞ്ഞാൽ അതാണ് എളുപ്പം. ഡൈക്കോട്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയി നമ്മുടെ നിലക്കടൽ, അതായത് നമ്മുടെ ഗ്രൗണ്ട് നെറ്റ് ഉണ്ടല്ലോ, നമ്മൾ മലയാളത്തിൽ തന്നെ കപ്പലണ്ടി എന്ന് വിളിക്കും. ഈ കപ്പലണ്ടി എന്ന് നമ്മൾ വിളിക്കുന്ന സാധനം നമ്മുടെ കയ്യിലെടുത്ത് അതിന്റെ പുറത്തുള്ള ഒരു എന്താണ് റെഡ് കളർ പോലെ ഒരു കളറിലുള്ള ആ സീഡ് കവർ, പുറം തൊലി മാറ്റിക്കഴിഞ്ഞാൽ അത് 2ആയിട്ട് ഇളകി വരും. നമ്മൾ കത്തി കൊണ്ട് കട്ട് ചെയ്യാനൊന്നും ചെയ്യണ്ട, അല്ലാതെ തന്നെ അത് 2ആയിട്ട് ഇളകി വരും അല്ലേ. അപ്പൊ അതിന്റെ സീഡിൽ എത്ര കോട്ടിലിടൻ ഉണ്ടെന്നാണ് അതിന്റെ മീനിങ്. സീഡിൽ 2 കോട്ടിലിടൻ. അതായത് പയറുവർഗത്തിൽപ്പെട്ട ആരെ എടുത്താലും ഇതുപോലെയാണ്. അതിന്റെ പുറത്തുള്ള ആ ഒരു കവർ അങ്ങ് മാറിക്കഴിഞ്ഞാൽ 2ആയിട്ട് ഇളകി വരും. നമ്മൾ കട്ട് ചെയ്യാതെ തന്നെ 2ആയിട്ട് ഇളകി വരും. ഇങ്ങനെ സീഡില് 2 പാർട്ട്, 2 കോട്ടിലിടനുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡൈക്കോട്ടിലിഡനസ് എന്ന് വിളിക്കുന്നത്. ഡൈക്കോട്ട് എന്ന് നമ്മൾ ചുരുക്കി പറയും. എന്നാൽ എന്താണ് ഈ മോണോകോട്ട് എന്ന് പറഞ്ഞാൽ? മോണോകോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോക്കനട്ട് എടുക്കാം, തേങ്ങ. നമ്മുടെ തേങ്ങയുടെ ആ പുറംതൊലി, അതായത് തൊണ്ടെന്ന് നമ്മൾ പറയും, ആ പുറംതൊലി ഇളക്കി കളഞ്ഞാൽ തേങ്ങ ഇങ്ങനെ 2ആയിട്ട് ഇളകി വരുമോ? ഇളകി വരില്ല. വാക്കത്തി കൊണ്ട് വെട്ടി 2ആയിട്ട് പൊട്ടിച്ചാലേ 2ആയിട്ട് ഇളകി വരുമോ? അല്ലാതെ വരില്ലല്ലോ. അപ്പൊ അത് മോണോകോട്ടാണ്. അതിന്റെ സീഡിൽ ഒരു കോട്ടിലിടുന്നുണ്ട്. നമ്മളതിനെ 2 ആക്കുന്നതാണ്, അല്ലാതെ അതായി വരുന്നതല്ല. നാച്ചുറലി അതിന് 2 കോട്ടിലിടനുണ്ടോ? ഇല്ല, നമ്മൾ വെട്ടി പൊട്ടിക്കുന്ന. അതുപോലെ റൈസ്, വീറ്റ്, ഇതുപോലെ കോക്കനട്ട്, ഇവരെല്ലാം നമുക്ക് ഈ വീറ്റ് കാണുമ്പോൾ ഒരു ഡൗട്ട് വരും. അതിന്റെ സെന്ററിൽ ഒരു സ്കാർ ഉണ്ട്, ഒരു വെട്ടുണ്ട്. അപ്പൊ 2 കോട്ടിലിടൻ എന്ന് വിചാരിക്കും. 2 കോട്ടിലിടനല്ല. ഈ റൈസ്, വീറ്റ്, ഈ പറഞ്ഞ കോക്കനട്ട്, ഇവരുടെ എല്ലാം സീഡിൽ ഒരേ ഒരു കോട്ടിലിടനേ ഉള്ളൂ. ഇങ്ങനെ 2ആയിട്ട് നാച്ചുറൽ ആയിട്ട് ഇളകി വരില്ല അല്ലേ. അതാണ് മോണോകോട്ട് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളെ കപ്പലണ്ടിയൊക്കെ ഓർമ്മിച്ചാൽ 2ആയിട്ട് ഇളകി വരും അല്ലേ. നമ്മളൊന്നും ചെയ്യാതെ നമ്മുടെ കാഷ്യൂനട്ട് അല്ലെ, അതും ഇങ്ങനെ 2ആയിട്ട് ഇളകി വരും. ഇതെല്ലാം ഡൈക്കോട്ടാണ്, ഡൈക്കോട്ട് പ്ലാന്റുകൾ. അപ്പൊ സീഡിൽ 2 കോട്ടിലിടനുള്ളവര് ഡൈക്കോട്ട്, സീഡിൽ ഒരു കോട്ടിലിടൻ മാത്രമുള്ളവര് മോണോകോട്ട്. അപ്പൊ നമ്മള് ആൻജിയോസ്പോംസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഡൈക്കോട്ട് പ്ലാന്റുകളെന്നും മോണോകോട്ട് പ്ലാന്റുകളെന്നും. ഡൈക്കോട്ട് ആൻഡ് മോണോകോട്ട്, അങ്ങനെ 2 ടൈപ്പ് എന്തുണ്ട്? ആൻജിയോസ്പോംസ് ഉണ്ട്, 2 ടൈപ്പ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഫ്ലവർ ആണ് ആൻജിയോസ്പോംസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെ. അവരുടെ ഫ്ലവറിംഗ് പ്ലാന്റുകളാണ്. അപ്പൊ അവരുടെ ഫ്ലവറിനകത്ത് 2 റീപ്രൊഡക്റ്റീവ് പാർട്ടുകളെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. ഏതൊക്കെയാണ് 2 റീപ്രൊഡക്റ്റീവ് പാർട്ട്? മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ ആൻഡ്രീഷ്യവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ ഗൈനീഷ്യവും. അപ്പൊ എന്താണ് ആൻഡ്രീഷ്യം, എന്താണ് ഗൈനീഷ്യം? അപ്പൊ ആദ്യം നമുക്ക് ആരെ നോക്കാം? ആൻഡ്രീഷ്യം എന്താണെന്ന് നോക്കാം. ആൻഡ്രീഷ്യം ഈസ് ദി മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ആൻഡ്രീഷ്യം ഈസ് ദി male reproductive part and each unit of androecium is known as pistil or carpel. Androecium is the
male reproductive part and each unit of androecium is known as pistil or carpel. അപ്പോൾ ഒരു പ്ലാന്റിലെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യത്തിന്റെ ഓരോ യൂണിറ്റുകളെ നമ്മൾ എന്ത് വിളിക്കും? പിസ്റ്റിൽ ഓർ കാർപ്പൽ എന്നല്ല, സോറി, സ്റ്റാമൻസ് എന്ന് വിളിക്കും കേട്ടോ. അത് ഗൈനീഷ്യത്തിന്റെ യൂണിറ്റ് ആണ് പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ. ഇത് പിസ്റ്റിൽ ഓർ കാർപ്പൽ അല്ല, സ്റ്റാമൻ. പറഞ്ഞപ്പോ ഒരു മിസ്റ്റേക്ക് വന്നതാ, അത് കറക്റ്റ് ചെയ്തോളണം. ആൻഡ്രീഷ്യത്തിന്റെ യൂണിറ്റുകളെ അറിയപ്പെടുന്ന പേര് സ്റ്റാമൻസ് എന്നാണ് കേട്ടോ, സ്റ്റാമൻ. അപ്പൊ ആൻഡ്രീഷ്യം ഈസ് ദി male reproductive part and each unit of androecium is known as stamen എന്നാണ്, stamen. ഓക്കേ, അപ്പൊ കറക്റ്റ് ചെയ്തോളണം, stamen. അപ്പൊ ആൻഡ്രീഷ്യം ആണ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. അതിന്റെ ഓരോ യൂണിറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സ്റ്റേമൻ. ഓക്കെ അല്ലേ? ഇത് ഓരോന്നും ഓരോ സ്റ്റേമൻ. അപ്പൊ ഞാൻ ഇത് എന്തുകൊണ്ട് 5 വരച്ചെന്ന് ചോദിച്ചാൽ, എല്ലാ ഫ്ലവറിലും 5 സ്റ്റേമൻ ആണെന്നില്ല. ചിലപ്പോൾ 4 വരും, ചിലപ്പോൾ 10 വരും, ചിലപ്പോൾ 50 വരും. എത്ര സ്റ്റേമനോ ആയിക്കോട്ടെ, ഒരു ഫ്ലവറിൽ വരുന്ന എല്ലാ സ്റ്റാമിനെയും കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് ആൻഡ്രീഷ്യം. ഇപ്പൊ ഞാനിവിടെ 5 സ്റ്റാമൻ വരച്ചിട്ടുണ്ട്. ഈ 5 സ്റ്റാമൻ ഒരു ഫ്ലവറിലെ സ്റ്റാമൻ എന്ന് വിചാരിച്ചോളൂ. എങ്കിൽ ഈ 5 പേരെയും കൂടി ചേർത്ത് എന്ത് വിളിക്കാം? ആൻഡ്രീഷ്യം. അല്ലാതെ ആൻഡ്രീഷ്യം എന്നൊരു സിംഗിൾ പാർട്ട് ഒരു ഫ്ലവറിലും ഇല്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് കാര്യം മനസ്സിലാക്കി പഠിക്കണം. ആൻഡ്രീഷ്യം എന്നൊരു സിംഗിൾ പാർട്ട് ഒരു ഫ്ലവറിലും ഇല്ല. പിന്നെ ആരാണ് ആൻഡ്രീഷ്യം? ഒരു ഫ്ലവറിൽ വരുന്ന ഈ സ്റ്റാമൻസിനെ എല്ലാം കൂടി ചേർത്ത് നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേര്, എല്ലാ സ്റ്റാമിനെയും, ഒരു ഫ്ലവറിനകത്ത് വരുന്ന എല്ലാ സ്റ്റാമിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ആൻഡ്രീഷ്യം. അപ്പൊ ശരിക്കും ഫ്ലവറിലുള്ളത് സ്റ്റാമൻസ് ആണ്. ഇത് ഓരോന്നും ഓരോ സ്റ്റാമനാണ്. ഈ സ്റ്റാമിനെ എല്ലാം കൂടി ചേർത്ത് നമ്മൾ പറയുന്ന ഒരു ടേം ആണ് എന്ന് പറയുന്നത് ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ആൻഡ്രീഷ്യം ഈസ് ദി മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആൻഡ് ഈച്ച് യൂണിറ്റ് ഓഫ് ആൻഡ്രീഷ്യം ഈസ് നോൺ ആസ് സ്റ്റാമൻ. ആൻഡ്രീഷ്യത്തിന്റെ ഓരോ യൂണിറ്റുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? സ്റ്റാമൻ എന്ന് വിളിക്കും, സ്റ്റാമൻ അല്ലേ? അപ്പൊ ആൻഡ്രീഷ്യം ഈസ് ദി മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആൻഡ് ഈച്ച് യൂണിറ്റ് ഓഫ് ആൻഡ്രീഷ്യം ഈസ് നോൺ ആസ് സ്റ്റാമൻ. ആൻഡ്രീഷ്യത്തിന്റെ ഓരോ യൂണിറ്റിലെ സ്റ്റാമൻ എന്ന് പറയും. ഒരു സ്റ്റാമിന് 2 പാർട്ടാണ്. ആദ്യത്തെ പാർട്ട് നമ്മൾ ആന്തർ എന്ന് പറയും. ഈ പാർട്ടിന്റെ പേരെന്താ? ആന്തറും. ഈ പാർട്ട് നമ്മൾ ഫിലമെന്റ് എന്ന് പറയും. ഓക്കെ അല്ലേ? ഒരു സ്റ്റാമിന് 2 പാർട്ട് ഉണ്ട്, ആന്തർ ആൻഡ് ഫിലമെന്റ്. ആന്തർ ആൻഡ് ഫിലമെന്റ്, അങ്ങനെ 2 പാർട്ടാണ് ഒരു സ്റ്റാമിന് വരുന്നത്. ഈ ആന്തറിലേക്ക് വരാം. എന്താ ആന്തറിന്റെ പ്രത്യേകത? ആന്തറിനുള്ളിൽ, ഒരു ആന്തറിനുള്ളിൽ 4 മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ട്. ഒരു ആന്തറിനുള്ളിൽ എന്തുണ്ട്? 4. ഇതേപോലെ മൈക്രോസ്പൊറാഞ്ചിയ നമ്മൾ ജിംനോസ്പേംസിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ സിമിലാരിറ്റിയുള്ള ഒരു കാര്യമാണ് കേട്ടോ. അവിടെ ആന്തറിലൊന്നും അല്ല വരുന്നത്, അവിടെ കോണിനകത്താണ്. അവിടെ എന്തായാലും അതും അവിടെയും നമ്മൾ ഇതേ ടേം പഠിച്ചിട്ടുണ്ട്, മൈക്രോസ്പൊറാഞ്ചിയ. അപ്പൊ ഒന്നുകൂടി അപ്പൊ ആൻഡ്രീഷ്യത്തിന്റെ യൂണിറ്റ് സ്റ്റാമൻ. സ്റ്റാമന് 2 പാർട്ട് ഉണ്ട്, ആന്തർ ആൻഡ് ഫിലമെന്റ്. അതിന് ആന്തറിനകത്ത് 4 മൈക്രോ. ഫിലമെന്റിന് വേറെ റോളൊന്നുമില്ല കേട്ടോ. ഫിലമെന്റ് അതിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. ആന്തറിനാണ് റോള് കൂടുതലുള്ളത്. ആന്തറിനകത്താണ് ആര് വരുന്നത്? മൈക്രോസ്പൊറാഞ്ചിയം അല്ലേ? ആ ടേംസ് ഒക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതി നോക്കണം. ആന്തറിനകത്ത് ആരുണ്ട്? മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ട്. ആന്തറിനകത്ത് ആരുണ്ട്? മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ട് അല്ലേ? ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തുള്ള സെല്ലുകളെ വിളിക്കുന്ന പേരാണ് മൈക്രോസ്പോർ മദർ സെല്ല്. മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് 1000 സെല്ലുകളുണ്ട്. ഓരോ സെല്ലുകളെയും നമ്മൾ എന്ത് വിളിക്കും? മൈക്രോസ്പോർ മദർ സെൽ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? മൈക്രോസ്പോർ മദർ സെൽ എന്ന് വിളിക്കും. വിച്ച് അണ്ടർഗോസ് മിയോസിസ്. ഈ മൈക്രോസ്പോർ മദർ സെല്ലുകൾ ഏത് പ്രോസസ്സിന് വിധേയമാകും? മിയോസിസ് എന്ന് പറയുന്ന ഡിവിഷന് വിധേയമായിട്ട് എന്ത് ഫോം ചെയ്യും? പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യും. പോളൻ ഗ്രെയിൻസ്, അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് മൈക്രോസ്പോർ. ഇനിയും ഒരു പേര് കൂടിയുണ്ട്, മെയിൽ ഗ്യാമീറ്റോഫൈറ്റ്. മെയിൽ ഗ്യാമീറ്റോഫൈറ്റ് എന്ന് വിളിക്കും. എന്തിനാണ് പോളൻ ഗ്രെയിനെ മെയിൽ ഗ്യാമീറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നത്? മെയിൽ ഗ്യാമീറ്റ് എന്നല്ല വിളിക്കുന്നത്, മെയിൽ ഗ്യാമീറ്റോഫൈറ്റ്. ഈ പോളൻ ഗ്രെയിനകത്താണ്, ആന്തറിനകത്ത് 1000 അല്ലെങ്കിൽ 10000 പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യും. ആ പോളൻ ഗ്രെയിനകത്താണ് മെയിൽ ഗ്യാമീറ്റ് ഇരിക്കുന്നത്. ആൻജിയോസ്പോംസിന്റെ പോളൻ ഗ്രെയിനകത്ത് 2 മെയിൽ ഗ്യാമീറ്റ് ആണല്ലോ. പ്രത്യേകം ഓർക്കുക, ആൻജിയോസ്പോംസിന്റെ പോളൻ ഗ്രെയിനകത്ത് എത്ര മെയിൽ ഗ്യാമീറ്റ് ഉണ്ട്? 2 മെയിൽ ഗ്യാമീറ്റ് ഉണ്ട്. ആൻജിയോസ്പോംസിന്റെ പോളൻ ഗ്രെയിൻസിനകത്ത് 2 മെയിൽ ഗ്യാമീറ്റ് ഉണ്ട്. അപ്പൊ മെയിൽ ഗ്യാമീറ്റ് ഇരിക്കുന്നത് കൊണ്ട് പോളൻ ഗ്രെയിൻ എന്തെന്ന് വിളിക്കാറുണ്ട്? പോളൻ ഗ്രെയിനെ വിളിക്കുന്ന പേര് മെയിൽ ഗ്യാമീറ്റോഫൈറ്റ്. അപ്പൊ ഒന്നുകൂടി, ആൻഡ്രീഷ്യം ഈസ് ദി മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആൻഡ് ഈച്ച് യൂണിറ്റ് ഓഫ് ആൻഡ്രീഷ്യം ഈസ് നോൺ ആസ് സ്റ്റാമൻ. തിരിച്ചു പറഞ്ഞാൽ എല്ലാ സ്റ്റാമിനെയും കൂടി ചേർത്ത്, എവിടെ വരുന്ന ഒരു ഫ്ലവറിൽ വരുന്ന എല്ലാ സ്റ്റാമിനെയും കൂടി ചേർത്ത് നമ്മൾ ആൻഡ്രീഷ്യം എന്ന് പറയും. തിരിച്ചു പറയൂ, ആൻഡ്രീഷ്യത്തിന്റെ ഓരോ യൂണിറ്റുകളെ എന്ത് വിളിക്കും? സ്റ്റാമൻ എന്ന് വിളിക്കും. ഒരു സ്റ്റാമിന് 2 പാർട്ട് ഉണ്ട്, ആന്തറും ഫിലമെന്റും.
ആന്തറിനുള്ളിൽ, അതാണ് ഒരു സീക്വൻസ് ആയിട്ട് എഴുതണം. ആന്തറിനുള്ളിൽ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? മൈക്രോസ്പൊറാഞ്ചിയം. ആന്തറിനകത്ത് ആരുണ്ട്? മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ട്. ആന്തറിനകത്ത് മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ട്. ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തിരിക്കുന്ന സെല്ലുകളെ വിളിക്കുന്ന പേരെന്താ? മൈക്രോസ്പോർ മദർ സെൽ എന്നാണ്. മൈക്രോസ്പോർ മദർ സെൽ എന്ന് വിളിക്കും. മൈക്രോസ്പോർ മദർ സെല്ല്. ഇത് എന്തിനു വിധേയമാകും? മിയോസിസ് എന്ന് പറയുന്നത്. ഒരു മൈക്രോസ്പോർ മദർ സെൽ അല്ല, 10,000 ഉണ്ടെന്ന് വിചാരിച്ചെങ്കിൽ മൊത്തം 4 മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ട്. ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തും ആയിരക്കണക്കിന് മൈക്രോസ്പോർ മദർ സെൽ ഉണ്ട്. അങ്ങനെ ഈ 4 മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തും ഇരിക്കുന്ന മൈക്രോസ്പോർ മദർ സെല്ലുകളെല്ലാം മിയോസിസിന് വിധേയമാകും. എല്ലാ മൈക്രോസ്പോർ മദർ സെല്ലും എന്തിനു വിധേയമാവുന്നു? മിയോസിസിന് വിധേയമാവുന്നു. മിയോസിസ്. അങ്ങനെ എല്ലാവരും എന്തിനു വിധേയമായി? മിയോസിസിന് വിധേയമായി. അങ്ങനെ ഓരോ മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്നും ഡിവൈഡ് ചെയ്ത് മിയോസിസ് ഒരു പാരന്റ് സെല്ല് ഡിവൈഡ് ചെയ്ത് 4 ഡോട്ടർ സെൽ ഉണ്ടാവും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് 1000 മൈക്രോസ്പോർ മദർ സെൽ ഉണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ 4000 പോളം ഗ്രെയിൻ ഉണ്ടാവും. 10,000 മൈക്രോസ്പോർ മദർ സെൽ ഉണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ 40,000 പോളം ഗ്രെയിൻ ഉണ്ടാവും. എത്ര മൈക്രോസ്പോർ മദർ സെൽ ഉണ്ടോ അതിന്റെ 4 ഇരട്ടി പോളം ഗ്രെയിൻ ഫോം ചെയ്യും. കാരണം ഒരു മൈക്രോസ്പോർ മദർ സെല്ല് മിയോസിസിന് വിധേയമായാൽ 4 പോളം ഗ്രെയിൻ ആണ് അതിൽ ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെ മിയോസിസിലൂടെ ആര് ഫോം ചെയ്യുന്നു? പോളം ഗ്രെയിൻസ് ഫോം ചെയ്യുന്നു അല്ലേ? മൈക്രോസ്പോർ മദർ സെല്ലുകൾ എന്തിനകത്തിരിക്കുന്ന? മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തിരിക്കുന്ന മൈക്രോസ്പോർ മദർ സെല്ലുകൾ മിയോസിസിന് വിധേയമാകുമ്പോൾ ആര് ഫോം ചെയ്യും? പോളം ഗ്രെയിൻസ്, അല്ലെങ്കിൽ വേറൊരു പേര് മൈക്രോസ്പോർ അല്ലേ? മൈക്രോസ്പോർ, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പേരാണ് മെയിൽ ഗ്യാമിറ്റോഫൈറ്റ്. മെയിൽ ഗ്യാമിറ്റോഫൈറ്റ് പോളം ഗ്രെയിൻസിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മെയിൽ ഗ്യാമിറ്റോഫൈറ്റ്. എന്തുകൊണ്ട് പോളം ഗ്രെയിനെ മെയിൽ ഗ്യാമിറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നു? പോളം ഗ്രെയിന്റെ അകത്താണ് ഈ ആന്തറിനുള്ളിലെ മൈക്രോസ്പൊറാഞ്ചിയത്തിനുള്ളിലെ മൈക്രോസ്പോർ മദർ സെല്ലുകള് മിയോസിസിലൂടെ ഡിവൈഡ് ചെയ്തുണ്ടാകുന്ന പോളം ഗ്രെയിനകത്താണ് ആരുള്ളത്? മെയിൽ ഗ്യാമീറ്റ് ഉള്ളത്. പോളം ഗ്രെയിനകത്താണ് ആരിക്കുന്നത്? മെയിൽ ഗ്യാമീറ്റ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പോളം ഗ്രെയിൻ എന്ത് വിളിക്കുന്നത്? മെയിൽ ഗ്യാമിറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നു. പോളം ഗ്രെയിൻ എന്ത് വിളിക്കുന്നു? മെയിൽ ഗ്യാമിറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ആൻജിയോസ്പേംസിന്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. ആൻഡ്രേഷ്യം ശരിക്കും ആൻഡ്രേഷ്യം ഒരു പാർട്ട് ഇല്ല, അത് മനസ്സിലാക്കുക. സ്റ്റേമൻസിനെ ഒരുമിച്ച് നമ്മൾ പറയുന്ന ടേം ആണ് ഇത് ആൻഡ്രേഷ്യം. ഓക്കെ അല്ലേ? ഇപ്പൊ നമുക്കിനി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിലേക്ക് പോവാം. ആൻജിയോസ്പേംസിന്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഗൈനീഷ്യം ഈസ് ദി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് അല്ലേ? ഗൈനീഷ്യം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഗൈനീഷ്യം എന്നൊരു പാർട്ട് ഇല്ല. കാരണം എന്തെന്നറിയാമോ? ഈ ഗൈനീഷ്യത്തിന്റെ യൂണിറ്റുകളെയാണ് നമ്മൾ പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്ന് പറയുന്നത്. ഗൈനീഷ്യത്തിന്റെ യൂണിറ്റുകൾ നമ്മൾ എന്ത് വിളിക്കും? പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ. ഇതൊരു കാർപ്പലാണ്. കാർപ്പൽ അല്ലെങ്കിൽ വേറൊരു പേരെന്താ? അപ്പൊ ഗൈനീഷ്യത്തിന്റെ യൂണിറ്റുകളെ പറയുന്നത് ഒന്നുകിൽ എന്ത് വിളിക്കാം? പിസ്റ്റിൽ എന്ന് വിളിക്കാം. ഒന്നുകിൽ പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ. പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്ന് പറയും. ഇതിപ്പോ ഒരു പിസ്റ്റിലേ ഉള്ളൂ അല്ലെ? ഇപ്പൊ ഒരു ഫ്ലോറിൽ തന്നെ 2-3 പിസ്റ്റിലുകളാണെന്ന് വിചാരിക്കുക. പിസ്റ്റിൽ അല്ലെങ്കിൽ വേറെ പേര് കാർപ്പൽ. ഇതെല്ലാം ഒരു ഫ്ലവറിനകത്തുള്ള പിസ്റ്റിലുകളാണ്. ഇതെല്ലാം ഒരു ഫ്ലോറിനകത്ത് വരുന്ന പിസ്റ്റിലേക്ക് കാണും. ഒരു ഫ്ലോറിൽ ഇപ്പം എത്ര വരാം? 1 വരാം, 2 വരാം, 3 വരാം, 5 വരാം, 10 വരാം, എത്ര വന്നാലും ഒരു ഫ്ലോറിൽ ഇപ്പം ഞാൻ വരച്ചെന്നാൽ 3 കാർപ്പൽ അല്ലെങ്കിൽ 3 പിസ്റ്റിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 3നെയും കൂടി ചേർത്താണ് ഗൈനീഷ്യം എന്ന് പറയുന്നത്. തിരിച്ചു പറഞ്ഞാലോ, ഗൈനീഷ്യത്തിന്റെ ഓരോ യൂണിറ്റുകളെയും നമ്മൾ എന്ത് വിളിക്കും? പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ. ഓക്കെ അല്ലേ? നേരത്തെ പറഞ്ഞാൽ ആൻഡ്രേഷ്യത്തിന്റെ യൂണിറ്റുകൾ നമ്മൾ സ്റ്റേമൻ എന്ന് വിളിച്ചതുപോലെ ഗൈനീഷ്യത്തിന്റെ ഓരോ യൂണിറ്റുകളെ എന്ത് വിളിക്കും? പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ. പിസ്റ്റിൽ ഓർ കാർപ്പൽ. അപ്പൊ ഗൈനീഷ്യം is the female reproductive part and each unit of gynecium is known as pistil അല്ലെങ്കിൽ pistil or carpel. pistil അല്ലെങ്കിൽ എന്ത് വിളിക്കും? കാർപ്പൽ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇവരെ 3 പേരെയും കൂടി ചേർത്ത് നമ്മൾ കാർപ്പൽ എന്ന് വിളിച്ചാൽ ഓരോരുത്തരായിട്ട് നമ്മൾ എന്ത് വിളിക്കും? സോറി, ഇവരെ 3നെയും കൂടി ചേർത്ത് നമ്മൾ ഗൈനീഷ്യം എന്ന് വിളിച്ചാൽ ഇവരെ ഓരോരുത്തരും എന്ത് വിളിക്കും? പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്ന് വിളിക്കും. അപ്പം gynecium is the female reproductive part and each unit of gynecium is known as pistil or carpel. Gynecium is the female reproductive part and each unit of gynecium is known as pistil or carpel.
ഗൈനീഷ്യത്തിന്റെ ഓരോ യൂണിറ്റുകളെ എന്ത് വിളിക്കും? പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്ന് വിളിക്കും. ഗൈനീഷ്യത്തിന്റെ ഓരോ യൂണിറ്റുകളെ നമ്മൾ എന്ത് വിളിക്കും? പിസ്റ്റിൽ ഓർ കാർപ്പൽ. പിസ്റ്റിൽ ഓർ കാർപ്പൽ. ഓക്കെ അല്ലേ? ഇപ്പം ഒരേ ചിലർക്ക് ഡൗട്ട്, ഒരു ഫ്ലവറിൽ ഒരു കാർപ്പലേ ഉള്ളൂ എന്ന് വിചാരിക്കും. എങ്കിൽ അത് തന്നെയാണ് കാർപ്പൽ, അത് തന്നെയാണ് ഗൈനീഷ്യം. ഒന്നല്ലേ ഉള്ളൂ. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ടും കൂടി ചേർത്ത് ഗൈനീഷ്യം എന്ന് വിളിക്കും. ഓരോന്നിനെയാണെങ്കിൽ കാർപ്പൽ എന്ന് വിളിക്കും. മൂന്നെണ്ണം ഉണ്ടെങ്കിൽ മൂന്നിനെയും കൂടി ചേർത്ത് ഗൈനീഷ്യം എന്ന് വിളിക്കും. ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിൽ എന്ന് വിളിക്കും. അപ്പൊ ഗൈനീഷ്യം ഈസ് ദി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആൻഡ് ഈച്ച് യൂണിറ്റ് ഓഫ് ഗൈനീഷ്യം ഈസ് നോൺ ആസ് പിസ്റ്റിൽ ഓർ കാർപ്പൽ. അല്ലേ? ഗൈനീഷ്യത്തിന്റെ ഓരോ യൂണിറ്റുകളെ എന്ത് വിളിക്കും? പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ ഗൈനീഷ്യം ഈസ് ദി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആൻഡ് ഈച്ച് യൂണിറ്റ് ഓഫ് ഗൈനീഷ്യം ഈസ് നോൺ ആസ് പിസ്റ്റിൽ ഓർ കാർപ്പൽ. ഓക്കെ അല്ല? അപ്പൊ ഇതാണ് ഒരു കാർപ്പൽ. അപ്പം ഗൈനീഷ്യത്തിന്റെ യൂണിറ്റുകൾ എന്ന് വിളിക്കും? ഒന്നെങ്കിൽ പിസ്റ്റിൽ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് കാർപ്പൽ എന്ന് വിളിക്കുക. പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ, രണ്ട് പേര്. ഇതിൽ മൂന്ന് പാർട്ടാണ് വരുന്നത്. ആന്തരം രണ്ട് പാർട്ട്, സോറി സ്റ്റേമൻ രണ്ട് പാർട്ടായിരുന്നു, ആന്തരം ഫിലമൻ. എന്നാൽ ഇവിടെ പിസ്റ്റിലിന് മൂന്ന് പാർട്ടാണ്. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഈ അപ്പർ പാർട്ട് പോളൻ ഗ്രെയിൻസ് ഒന്ന് വീഴേണ്ട ഈ അപ്പർ പാർട്ട് നമ്മൾ സ്റ്റിഗ്മ എന്ന് വിളിക്കും. സ്റ്റിഗ്മ. ഈ എലോങ്ങേറ്റഡ് സ്ലെൻഡർ ട്യൂബ് ബിനീത്ത് ദ സ്റ്റിഗ്മ. സ്റ്റിഗ്മയ്ക്ക് താഴെയായിട്ട് വരുന്ന നീളമുള്ള വണ്ണം കുറഞ്ഞ ട്യൂബിനെ വിളിക്കുന്ന പേരാണ് സ്റ്റൈൽ. സ്റ്റിഗ്മ, സ്റ്റൈൽ. ഏറ്റവും ബേസിൽ കാണുന്ന ബൾജ്ഡ് പോർഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓവറി. നമുക്ക് പഠിക്കേണ്ട ഈ ഓവറിക്കകത്ത് എന്തുണ്ട്? ഓവറിക്കകത്ത് എന്തുണ്ടെന്നുണ്ടെങ്കിൽ ഓവറിയുടെ LS എടുക്കാം. ഏത് രീതിയിൽ സെക്ഷൻ എടുക്കാം? CS കൊടുക്കാം, LS കൊടുക്കാം, ക്രോസ് സെക്ഷൻ എടുക്കാം, ലോഞ്ചിറ്റ്യൂഡൽ സെക്ഷൻ എടുക്കാം. ഞാൻ ഈ ഓവറിയുടെ LS ഇങ്ങനെയുള്ള സെക്ഷൻ, ലോഞ്ചിറ്റ്യൂഡൽ സെക്ഷൻ എടുക്കുന്നത്. ഏറ്റവും സെന്ററിലായിട്ട് പ്ലാസന്റ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ഓവറിയുടെ ഏറ്റവും സെന്റർ എന്താണുള്ളത്? പ്ലാസന്റ. ആ പ്ലാസന്റയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നവരാണ് ഓവ്യൂൾ. അല്ലെ? ഓവ്യൂൾ അല്ലെങ്കിൽ നമ്മള് ജിംനോസ്പെർമിൽ കേട്ടൊരു ടേമാണ് മെഗാസ്പൊറാഞ്ച്. ഓവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ച് അല്ലേ? അപ്പൊ ഓവറുടെ സെന്ററിലായിട്ട് പ്ലാസന്റയുണ്ട്. ആ പ്ലാസന്റയിൽ അറ്റാച്ച് ചെയ്ത് ആരിപ്പുണ്ട്? ഓവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ച്. അപ്പൊ ഓവറിക്കകത്ത് ധാരാളം ആരുണ്ട്? ഓവ്യൂളുകളുണ്ട്. ഓവറിക്കകത്ത് ധാരാളം ആരിപ്പുണ്ട്? ഓവ്യൂൾസ്. ഓവ്യൂൾസ്. ഓവറിക്കകത്ത് ഓവ്യൂളുകളുണ്ട്. ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ ഗൈനീഷ്യം ഈസ് ദി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആൻഡ് ഈച്ച് യൂണിറ്റ് ഓഫ് ഗൈനീഷ്യം ഈസ് നോൺ ആസ് പിസ്റ്റിൽ ഓർ കാർപ്പൽ. എ ടിപ്പിക്കൽ കാർപ്പൽ കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ്: സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഓക്കെ. ഓവറിയുടെ സെന്ററിലായിട്ട് പ്ലാസന്റ അല്ലേ? ഇതാണെങ്കിൽ ഓവറിയുടെ സെന്റർ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്യും. ഇതാണ് സെന്റർ. ഓവറിയുടെ ഏറ്റവും സെന്റർ ആണെന്ന് വിചാരിച്ചോളൂ. ഇതാണ് പ്ലാസന്റ. ഈ പ്ലാസന്റയിൽ അറ്റാച്ച് ചെയ്താണ് ആരംഭിക്കുന്ന ഓവ്യൂളുകൾ. ഇങ്ങനെ പ്ലാസന്റയിൽ അറ്റാച്ച് ചെയ്ത് ആരംഭിപ്പുണ്ട്? ഓവ്യൂൾസ് അല്ലേ? വെറുതെ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. പ്ലാസന്റയിൽ ഓവ്യൂളുകൾ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഓവ്യൂളിന് ഒരു സ്റ്റോക്ക് വേണം. ആ സ്റ്റോക്ക് കാണിക്കാനാണ് ഞാൻ ശരിക്കും ഈ പിക്ചർ വരച്ചത്. സ്റ്റോക്ക് മീൻസ് STOCK അല്ല, STALK ആണ് സ്റ്റോക്ക്. ഇതാണ് ഓവ്യൂൾ. അപ്പൊ എന്ത് ഉപയോഗിച്ചാണ് ഓവ്യൂളുകൾ? അപ്പൊ ഇത് ഇങ്ങനെ ഫുൾ ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ എന്തായി മാറി? ഓവറി ആയിട്ട് മാറി. ഇങ്ങനെ ഇവിടെ കവർ ചെയ്യുന്ന ഓവറി. ഞാൻ വരച്ചത് ഇവിടെ ഇതാണല്ലോ ഓവ്യൂള്. ഈ ഓവ്യൂളിന് പ്ലാസന്റയിൽ അറ്റാച്ച് ചെയ്ത ഒരു സ്റ്റോക്ക് കണ്ടോ? ഒരു സ്റ്റോക്ക്. ഓവ്യൂളിന്റെ ഒരു സ്റ്റോക്ക് കാണുന്നില്ലേ? സ്റ്റോക്ക് മീൻസ് നമ്മൾ പൂവിന്റെ ഇലയ്ക്കൊക്കെ ഞെട്ടില്ലേ? നമ്മൾ പൂവിലേക്ക് എവിടെ ഇങ്ങനെ പിടിക്കുന്നത്? ഞെട്ടിലാണല്ലേ? ആ ഞെട്ടുണ്ടല്ലോ താഴെ വരുന്ന ആ ചെറിയ പോർഷൻ. നമ്മളിങ്ങനെ ഒരു പൂ നമ്മൾ കയ്യിലെടുത്താൽ അതിന്റെ ഏത് ഭാഗത്താണ് നമ്മൾ പിടിക്കുന്നത്? പൂവിന്റെ ഞെട്ടിലാണ് നമ്മൾ പിടിക്കുന്നത് അല്ലേ? അതുപോലെ ഓവ്യൂളുകൾക്ക് പ്ലാസന്റയിൽ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റോക്ക് വേണം. ആ സ്റ്റോക്കിന്റെ പേരാണ് ഫ്യൂണിക്കിൾ എന്ന് പറയും. ഫ്യൂണിക്കിൾ. ഈ ഫ്യൂണിക്കിൾ ഉപയോഗിച്ചിട്ടാണ് ഓവ്യൂൾസ് എവിടെ അറ്റാച്ച് ചെയ്യുന്നത്? പ്ലാസന്റയിൽ. അപ്പൊ ഇതെല്ലാം ഫ്യൂണിക്കിൾ. ഇത് ഫ്യൂണിക്കിളാ, ഇത് ഫ്യൂണിക്കിളാണ്, ഇതെല്ലാം എന്താണ്? ഫ്യൂണിക്കിളാണ്. ഈ ഫ്യൂണിക്കിൾ ഉപയോഗിച്ചിട്ടാണ് ഓവ്യൂൾസ് എവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? പ്ലാസന്റയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലേ? ഓവ്യൂൾ എന്ത് ഉപയോഗിച്ചിട്ടാണ് പ്ലാസന്റയിൽ അറ്റാച്ച് ചെയ്യുന്നത്? അതിന്റെ ഫ്യൂണിക്കിൾ ഉപയോഗിച്ച്. ഓവ്യൂളിന്റെ ബേസിൽ ഒരു സ്റ്റോക്ക് എന്നാണ് എഴുതുന്നത്. നമ്മൾ സ്റ്റോക്ക് എന്ന് വായിക്കും. STILK. ഓക്കെ. ആ സ്റ്റോക്ക് ഉപയോഗിച്ച് ഇവൻ ഓവറിയുടെ സെന്ററിലുള്ള എന്തിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? പ്ലാസന്റയില് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അല്ലേ? അപ്പൊ നമ്മള് ഇതിൽ ഓരോ ഒബ്യൂളിനെ നമ്മൾ കുറച്ച് വലുതായിട്ട് വരയ്ക്കാൻ പഠിക്കുക. ഒരൊറ്റ ഒബ്യൂൾ, ഒരു സിംഗിൾ ഒബ്യൂളിനെ നമ്മൾ കുറച്ച് വലുതായിട്ട് വരച്ച് പഠിക്കുക കേട്ടോ. ഇതിനകത്തുള്ള ഇത് ഓവറിയാണ്. ആരും തെറ്റിദ്ധരിക്കും. ഇത് മൊത്തത്തിൽ എന്താണ്? ഓവറി. നമ്മൾ ഇതിനകത്തുള്ള ഒരു സിംഗിൾ ഒബ്യൂളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ഇതിനകത്തിരിക്കുന്ന ഒരു സിംഗിൾ ഒബ്യൂള്, ഓവറിക്കുള്ളിൽ ഇരിക്കുന്ന ഒരു സിംഗിൾ ഒബ്യൂളിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? കുറച്ച് വലുതായിട്ട് വരയ്ക്കാൻ പോകണം. ഒരേ ഒരു ഒബ്യൂൾ. ഇതിലൊരു ഒബ്യൂൾ മാത്രമായിട്ട് വരയ്ക്കുക. ഓവ്യൂളിന്റെ സ്ട്രക്ചർ നന്നായിട്ട് പഠിക്കണം കേട്ടോ.
നമ്മളടുത്ത +2 പോകുമ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷൻ അവിടെയാണ്. ഇതാണ് ഓവ്യൂളിന്റെ ഏറ്റവും സെന്ററിലുള്ള ഒരു പോർഷൻ. ഇതിന്റെ പേര് എംബ്രിയോ സാക്ക് എന്ന് പറയും. എംബ്രിയോ സാക്ക്. ഈ എംബ്രിയോ സാക്കിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കൊടുക്കാൻ ഇതിന് ചുറ്റും എന്തുണ്ട്? ന്യൂസലസ് എന്ന് പറയുന്ന ഒരു ടിഷ്യൂ ഉണ്ട്. ഇതിന് ചുറ്റും ആരുണ്ട്? ന്യൂസലസ് എന്ന് പറയുന്ന ഒരു ടിഷ്യൂ ഉണ്ട് അല്ലേ? അത് കഴിഞ്ഞിട്ട് ഒവ്യൂളിന് 2 പ്രൊട്ടക്റ്റീവ് ലെയറുകളുണ്ട്. നമ്മൾ അതിനെ ഇന്റഗുമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഇന്റഗുമെന്റ്സ് ഓവ്യൂളിന്റെ 2 പ്രൊട്ടക്റ്റീവ് ലെയറുകളാണ്. ഒവ്യൂളിന്റെ 2 പ്രൊട്ടക്റ്റീവ് ലെയറുകളാണ്. അവരെ നമ്മൾ എന്ത് വിളിക്കും? ഇന്റഗുമെന്റ്സ് എന്ന് വിളിക്കും. പ്രൊട്ടക്റ്റീവ് ലെയറുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റഗുമെന്റ്സ്. ഇതാണ് ഒരു ഒവ്യൂളിന്റെ സ്ട്രക്ചർ. ഇതാണ് ഈ ഓവറിക്കുള്ളിൽ ഇരിക്കുന്ന ഒരുപാട് ഒവ്യൂൾ ഉണ്ട്. അതിൽ ഒരു ഒവ്യൂളിന്റെ സ്ട്രക്ചറാണ് ഞാൻ വരച്ചത് അല്ലേ? അപ്പൊ ഓവലിന് എത്ര പ്രൊട്ടക്റ്റീവ് ലെയർ ആവുള്ള? 2 പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്. 2 പ്രൊട്ടക്റ്റീവ് ലെയർ. ഇതാണ് ശരിക്കും ഒവ്യൂൾ. അപ്പൊ പാർട്ടുകളൊക്കെ നന്നായിട്ട് നോക്കണം. ഏറ്റവും സെൻട്രൽ ഇരിക്കുന്ന പാർട്ട് എംബ്രിയോ സാക്ക്. ശരിക്കും ആദ്യം ഇവിടെ എംബ്രിയോ സാക്ക് എന്നൊരു സാധനം ഇല്ല. എവിടെ എങ്ങനെ എംബ്രിയോ സാക്ക് ഉണ്ടായ? ഇതിന്റെ ഇവിടെ ഇരുന്ന ടിഷ്യൂവിനെ കംപ്ലീറ്റ് ആയിട്ട് വിളിക്കുന്ന പേര് ന്യൂസലസ് ആണ്. ഇവിടെ ഇരുന്ന ടിഷ്യൂവിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് വിളിക്കും? ന്യൂസലസ് എന്ന് വിളിക്കും. ന്യൂസലസ്. ആ ടിഷ്യൂവിന്റെ പേരാണ് ന്യൂസലസ്. ആ ന്യൂസലസിലുള്ള ഒരു സെല്ല്, ഒരൊറ്റ സെല്ല്, ഒരേ ഒരു സെല്ലിനെ നമ്മൾ എന്ത് വിളിക്കും? മൈക്രോസ്പോർ മദർ സെൽ എന്ന് വിളിക്കും. ന്യൂസലസിലുള്ള എല്ലാ സെല്ലുകളെയും വിളിക്കില്ല, ഒരേ ഒരു സെൽ മാത്രം, മൈക്രോസ്പോർ മദർ സെല്ല്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മളെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് പഠിച്ചപ്പോൾ മൈക്രോസ്പോറാഞ്ചിയത്തിനകത്ത് വരുന്ന എല്ലാ സെല്ലുകളെയും മൈക്രോസ്പോർ മദർ സെൽ എന്ന് വിളിച്ചു. ഇവിടെ മെഗാസ്പോറാഞ്ചിയം, ഓവ്യൂളിന്റെ വേറൊരു പേര് മെഗാസ്പോറാഞ്ചിയം ആണ്. ഈ ഓവ്യൂളിനകത്തെ ന്യൂസലസ് എന്ന് പറയുന്ന സെൻട്രൽ വരുന്ന ടിഷ്യൂ, ഇവിടെ വരുന്ന ടിഷ്യൂന്റെ പേരെന്താ? ന്യൂസലസ്. ഈ ടിഷ്യൂവിലെ ഒരേ ഒരു സെല്ല് മാത്രമാണ്, ഒരൊറ്റ സെല്ല് മാത്രമാണ് മെഗാസ്പോർ മദർ സെൽ. മൈക്രോ എന്നാണ് ഞാൻ അവിടെ എഴുതിയത്. മെയിലാണ് എല്ലാം മൈക്രോ എന്നും ഇവിടെ മെഗാ എന്നാണ് പറയുന്നത്. മെഗാ. അപ്പൊ ഒരേ ഒരു സെല്ല് മാത്രം, മെഗാസ്പോർ മദർ സെൽ. മൈക്രോ അല്ല. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് മൈക്രോ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതല്ല മെഗാ. അപ്പം ന്യൂസലസ് എന്ന് പറയുന്ന ടിഷ്യൂ, ഓവ്യൂളിന്റെ സെന്ററിലുള്ള ടിഷ്യൂ, അതിലെ ഒരൊറ്റ സെൽ മാത്രം, ഒരേ ഒരു സെൽ മാത്രം. അപ്പം മെയിലുമായിട്ടുള്ള ഡിഫറൻസ് നോക്കണം. മൈക്രോസ്പോറാഞ്ചിയത്തിനായിരുന്നപ്പോ എല്ലാ സെല്ലും മൈക്രോസ്പോർ മദർ സെല്ല്. മെഗാസ്പോറാഞ്ചിയം വന്നപ്പോ, അതായത് ഒവ്യൂൾ വന്നപ്പോ അതിനകത്തുള്ള ഒരൊറ്റ സെല്ല്, അല്ലെ ന്യൂസലസ് എന്ന് പറയുന്ന ടിഷ്യൂവിലെ ഒരേ ഒരു സെല്ല് മാത്രമാണ് മെഗാസ്പോർ മദർ സെല്ല്. ഒരേ ഒരു സെല്ല് മെഗാസ്പോർ മദർ സെല്ല്, ഒരൊറ്റ സെല്ലാണ് മെഗാസ്പോർ മദർ സെല്ല്. വിച്ച് അണ്ടർഗോസ് മിയോസിസ്. അത് എന്തിനു വിധേയമാവും? മിയോസിസ്. നമുക്കറിയാം, ഒരു സെല്ല് മിയോസിസിന് വിധേയമായാൽ എത്ര ഡോട്ടർ സെല്ല് വരും? 4 ഡോട്ടർ സെല്ല് ഫോം ചെയ്യും. ഈ ഒരു സെല്ല് മിയോസിസിലൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ഡോട്ടർ സെൽ ഉണ്ടാവും? 4 ഡോട്ടർ സെല്ലുകൾ ഫോം ചെയ്യും. 4 ഡോട്ടർ സെല്ല് ഫോം ചെയ്യും. അപ്പൊ മെഗാസ്പോർ മദർ സെല്ല് മിയോസിസിലൂടെ ഡിവൈഡ് ചെയ്തിട്ട് എത്ര ഡോട്ടർ സെല്ല് ഫോം ചെയ്തു? 4 ഡോട്ടർ സെല്ല് ഫോം ചെയ്തു. 4 ഡോട്ടർ സെല്ല്. 3 of them are degenerated. 3 എണ്ണം നശിച്ചു പോയി അല്ലേ? 3 എണ്ണം. അപ്പം ഇവിടെ ന്യൂസലസിലുള്ള ഒരു സെല്ലാണ് മെഗാസ്പോർ മദർ സെല്ല്. അത് മെയോസിസിലൂടെ ഡിവൈഡ് ചെയ്തപ്പോൾ 4 ഡോട്ടർ സെൽ ഉണ്ടായി. 3 പേരും നശിച്ചു പോയി. ഒരൊറ്റ സെല്ല് മാത്രമാണ് വളർന്ന് ആരായി മാറിയത്? എംബ്രിയോ സാക്ക് ആയിട്ട് മാറിയത്. അതിന്റെ ഒരേ ഒരു സെല്ല് മാത്രം വളർന്ന് ആരായി മാറി? എംബ്രിയോ സാക്ക്. അങ്ങനെയാണ് ശരിക്കും ഇവിടെ എന്ത് ഫോം ചെയ്യുന്ന? എംബ്രിയോ സാക്ക്. എന്നിട്ട് പിന്നെ ന്യൂസലസ് ഉണ്ടോന്ന് ചോദിച്ചുകൊണ്ട് ഇതിന് ചുറ്റും കുറച്ച് ന്യൂസലസ് ഉള്ളു. കാരണം ബാക്കി ന്യൂസലസ് ഒക്കെ ഈ എംബ്രിയോ സാക്കിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യും. ഇപ്പൊ ഇവിടെ എങ്ങനെ എംബ്രിയോ സാക്ക് ഉണ്ടായി? അവിടെ ഫുള്ള് എംബ്രിയോ സാക്ക് ഇരിക്കുന്ന ഈ സ്ഥലത്ത് ആരായിരുന്നു? കംപ്ലീറ്റ് ന്യൂസലസ് ആയിരുന്നു. ആ ന്യൂസലസിലെ ഒരേ ഒരു സെൽ മാത്രം, എന്ത് സെല്ല്? മെഗാസ്പോർ മദർ സെല്ല്. അത് മിയോസിസിലൂടെ ഡിവൈഡ് ചെയ്ത് എത്ര സെൽ ഉണ്ടായി? 4 മെഗാസ്പോർ ഉണ്ടായി. 3 മെഗാസ്പോറുകളും നശിച്ചിട്ട് ഒരു മെഗാസ്പോർ മാത്രം വളർന്ന് ആരായി മാറി? എംബ്രിയോ സാക്ക് ആയിട്ട് മാറി. ആ എംബ്രിയോ സാക്കാണ് നമ്മളിവിടെ ഇതാ വരയ്ക്കുന്ന എംബ്രിയോ സാക്ക് അല്ലേ? ഒരൊറ്റ എംബ്രിയോ സാക്ക് കണ്ടോ? ഈ ഇരിക്കുന്നത് ആരാണ്? എംബ്രിയോ സാക്ക്. ഈ ഇരിക്കുന്ന സാധനത്തിന്റെ പേരാണ്, ഏറ്റവും സെൻട്രലായിട്ട് ഈ ഇരിക്കുന്നതാണ് ആരെന്ന് പറയുന്നത്? എംബ്രിയോ സാക്ക്. ഓക്കെ അല്ലേ? ഈ എംബ്രിയോ സാക്കിന് ചുറ്റും ഇപ്പോഴും ന്യൂസലസ് ഉണ്ട്. പഴയ ന്യൂസലസിന്റെ ബാക്കിയുണ്ട്.
അത് ആർക്ക് ചുറ്റും ഇരിക്കുകയാണ്? എംബ്രിയോ സാക്കിന് ചുറ്റും കുറച്ച് ന്യൂസെലസ്. ഓക്കെ. ഇനി ഒബ്യൂളിന് എത്ര പ്രൊട്ടക്റ്റീവ് ലെയറുകൾ ഉണ്ടെന്നാ പറഞ്ഞേ? ഓവ്യൂളിന് 2 പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട്. അകത്തുള്ളതിന് നമ്മള് ഇന്നർ ഇന്റഗുമെന്റ് എന്ന് വിളിക്കും. ഇന്നർ ഇന്റഗുമെന്റ്. അകത്തുള്ളത് നമ്മൾ എന്ത് വിളിക്കും? ഇന്നർ ഇന്റഗുമെന്റ്. പുറത്തുള്ളത് നമ്മൾ എന്ത് വിളിക്കും? ഔട്ടർ ഇന്റഗുമെന്റ്. രണ്ടിനെയും കൂടി ചേർത്ത് ഇന്റഗുമെന്റ്സ് എന്ന് പറയും. ഇന്നർ ആൻഡ് ഔട്ടർ ഇന്റഗുമെന്റ്. ഓക്കെ. ഇനി ഓവ്യൂളിന് സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഉപയോഗിച്ചിട്ടാണ് ഓവ്യൂൾ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നത്. പ്ലാസന്റിൽ ഇങ്ങനെ സെന്ററിൽ പ്ലാസന്റ് ആയിരിക്കും. ആ പ്ലാസന്റിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഓവ്യൂളിന് ഒരു സ്റ്റോക്ക് വേണം. ആ സ്റ്റോക്കിനെ നമ്മൾ എന്ത് വിളിച്ചു? ഫ്യൂണിക്കിൾ എന്നാണ് വിളിച്ചത്. ആ സ്റ്റോക്കിനെ നമ്മൾ വിളിച്ച പേരെന്താ? ഫ്യൂണിക്കിൾ. ഫ്യൂണിക്കിൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? ഇവിടെ നിന്നല്ലേ? ആ പോർഷൻ നമ്മുടെ ഹൈലോ എന്ന് വിളിക്കും. എവിടെ നിന്നാണ് ഫ്യൂണിക്കിൾ തുടങ്ങുന്നത്? ആ പോർഷൻ നമ്മൾ ഹൈലോ എന്ന് വിളിക്കും. കണ്ടല്ലോ. ഇനി ഒരു കാര്യം, ഒരു പാർട്ട് കൂടി ഉണ്ട്. ഈ ഒബ്യൂളിന്റെ 2 പ്രൊട്ടക്റ്റീവ് ലെയർ ആയ ഔട്ടർ ആൻഡ് ഇന്നർ ഇന്റഗുമെന്റ്. 2 ഇന്റഗുമെന്റ് ഉണ്ട്. ഔട്ടർ ഇന്റഗുമെന്റും ഇന്നർ ഇന്റഗുമെന്റ്. അതിവിടെ അവസാനിക്കുന്നു. ഇവിടെ ഇങ്ങനെ എൻഡ് ആണ്. ഇത്രയും പോർഷൻ കണ്ടോ നിങ്ങൾ? ഇന്റഗുമെന്റ് ഇല്ലാത്ത പോർഷൻ ഇത്ര ഒരു ഹോള് പോലെ കിടക്കുകയാണ്. ഈ ഇന്റഗുമെന്റ് ഇല്ലാത്ത പോർഷനെ വിളിക്കുന്ന പേരാണ് മൈക്രോപൈലം. ഇന്റഗുമെന്റ് ഇല്ലാത്ത പോർഷൻ നമ്മൾ എന്ത് വിളിക്കും? മൈക്രോപൈലം എന്നാണ് വിളിക്കുന്നത്. മൈക്രോപൈൽ. ഇന്റഗുമെന്റ് ഇല്ലാത്ത പോർഷൻ വിളിക്കുന്ന പേര് മൈക്രോപൈൽ. കണ്ടോ? ഒബ്യൂളിന്റെ പ്രൊട്ടക്റ്റീവ് ലെയറുകളാണ് ഇന്റഗുമെന്റ്. ഈ ഒരു റീജിയണിൽ മാത്രം ആര് ആബ്സെന്റ് ആണ്? ഇന്റഗുമെന്റ്സ് ആബ്സെന്റ് ആണ്. ആ ഒരു ഏരിയയിൽ ആരില്ല? ഇന്റഗുമെന്റ്സ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ആ പോർഷനെ എന്ത് വിളിച്ചു? മൈക്രോപൈൽ. ഇപ്പൊ ഈ ഒരു എൻഡ് മൈക്രോപൈൽ ആണെങ്കിൽ ഓപ്പോസിറ്റ് എൻഡ് നമ്മൾ ചലാസ എന്ന് വിളിക്കും. കേട്ടോ? എവിടെയാണോ മൈക്രോപൈൽ വരുന്നത് അതിന്റെ ഓപ്പോസിറ്റ് എൻഡിനെ നമ്മൾ വിളിക്കുന്ന പേര് ചലാസൽ എന്നാണ്. ചലാസ എന്ന് വിളിക്കും. ചലാസ. കണ്ടല്ലോ? പാർട്ടുകളൊക്കെ ക്ലിയർ ആയിട്ട് കണ്ടല്ലോ? നമ്മളൊരു ഓവ്യൂളിനെയാണ് പഠിക്കുന്നതെന്ന് മറന്നു വരും. ഓവറി ഒന്നും അല്ല, ഒരൊറ്റ ഒബ്യൂളാണ്. ഓവറിക്കുള്ളിൽ വരുന്നത് സിംഗിൾ ഒബ്യൂൾ. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? ഏറ്റവും സെന്ററിൽ എംബ്രിയോ സാക്ക് അത് ഉണ്ടായ കഥയൊക്കെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് അതിന് ചുറ്റും കുറച്ച് ന്യൂസെലസ്. 2 പ്രൊട്ടക്റ്റീവ് ലെയർ ആണ് ഔട്ടർ ആൻഡ് ഇന്നർ ഇന്റഗുമെന്റ്. ഇനി ഓവ്യൂളിന്റെ സ്റ്റോക്കിനെ നമ്മൾ ഫ്യൂണിക്കിൾ എന്ന് വിളിക്കും. ഫ്യൂണിക്കിൾ എറൈസ് ചെയ്യുന്ന പോർഷൻ നമ്മൾ ഹൈലോ എന്ന് വിളിക്കും. ഈ ഒബ്യൂളിന്റെ ഒരു റീജിയനിൽ ആര് ആബ്സെന്റ് ആണ്? പ്രൊട്ടക്റ്റീവ് ലെയറുകളായ ഇന്റഗുമെന്റ് ആബ്സെന്റ് ആണ്. ആ റീജിയൻ നമ്മൾ എന്ത് വിളിക്കും? മൈക്രോപൈൽ എന്ന് വിളിക്കും. ആ റീജിയൻ വിളിക്കുന്ന പേര് മൈക്രോപൈൽ എന്നാണ്. ഇനി എംബ്രിയോ സാക്കിന് അകത്തുള്ളവരെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഈ എംബ്രിയോ സാക്കിനകത്ത് 2 സൈനർജിഡ് സെല്ലുകളുണ്ട്. 2 സൈനർജിഡ്സ് എന്ന് പറയും. 2 സൈനർജിഡ് സെല്ലുകളുണ്ട്. സെന്ററിലായിട്ട് അതിന്റെ 2ന്റെ മുകളിലായിട്ട് ഫീമെയിൽ ഗ്യാമറ്റ് ആയിട്ടുള്ള, ഫീമെയിൽ ഗ്യാമറ്റിന്റെ പേര് നമുക്കറിയാം, എഗ്. അതിന്റെ മുകളിലായിട്ട് ഫീമെയിൽ ഗ്യാമറ്റ് ആയിട്ടുള്ള എഗ് ഉണ്ട്. ഈ 3 പേരെയും കൂടി ചേർത്ത് ആരൊക്കെ? 2 സൈനർജിഡ് സെല്ലുകളെയും എഗ്ഗിനെയും കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് എഗ് അപ്പാരറ്റസ് എന്ന് വിളിക്കും. കേട്ടോ? എഗ് അപ്പാരറ്റസ് എന്ന് വിളിക്കും. അപ്പൊ 2 സൈനർജിഡ്. അപ്പൊ ഏത് എൻഡിലെന്ന് വേണമെങ്കിൽ പറയാം? ഇവിടെ മൈക്രോപൈലാർ ഉണ്ട്. ആ മൈക്രോപൈലാർ എൻഡിലായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. 2 സൈനർജിഡും ഒരു എഗ്. ഓപ്പോസിറ്റ്, ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് 3 സെല്ലുകളുണ്ട്. ആ 3 സെല്ലുകളെ നമ്മൾ ആന്റിപോഡൽസ് എന്ന് വിളിക്കും. 3 സെല്ലുകളുണ്ടോ? ഈ 3 സെല്ലുകൾ നമ്മൾ എന്താ വിളിക്കുന്നത്? ആന്റിപോഡൽസ് എന്നാണ് വിളിക്കുന്നത്. ആന്റിപോഡൽസ്. 3 സെല്ലുകൾ ഉണ്ടല്ലോ, ആന്റിപോഡൽസ്. ക്ലിയർ? അപ്പം മൈക്രോപൈലാർ എൻഡിനടുത്തായിട്ട് 3 സെല്ലുണ്ട്. 2 സൈനർജിഡും ഒരു എഗ്ഗും. എഗ്ഗാണ് ഫീമെയിൽ ഗ്യാമറ്റ്. ആ എഗ്ഗുമായിട്ടാണ് പോളഗ്രൈനകത്തിരിക്കുന്ന മെയിൽ ഗ്യാമറ്റിനെ ഫ്യൂസ് ചെയ്യേണ്ടത്. അത് മറന്നുപോയി. ഇനിയുണ്ട് 2 ന്യൂക്ലിയസുകളുണ്ട്. 2 പോളുകളിലായിട്ട്. ഇവിടെ ഒരു ന്യൂക്ലിയസ്, ഇവിടെ ഒരു ന്യൂക്ലിയസ്. 2 ന്യൂക്ലിയസുകളിൽ 2 പോളുകളിലായിട്ടാണ് ഇരിക്കുന്നത്. ആണെങ്കിൽ ഈ സൈഡിൽ വേണമെങ്കിലും വരയ്ക്കാം. 2 ന്യൂക്ലിയസുകൾ എവിടെ ഇരിക്കുകയാണ്? എംബ്രിയോ സാക്കിന്റെ 2 പോൾ 2 അറ്റത്തായിട്ടല്ലേ ഇരിക്കുന്നത്? ഉണ്ടോ? ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അവരൊറ്റയ്ക്കൊറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പോളാർ ന്യൂക്ലിയസ് എന്നാണ് അവന്റെ പേര്. കാരണം അവരിയ്ക്കുന്ന 2 പോളിലായി. എംബ്രിയോ സാക്കിന്റെ 2 പോളിലായിട്ട് ഫ്രീ ആയിട്ടുള്ള 2 ന്യൂക്ലിയസുകൾ ഇരിക്കുകയാണ്. ഇവര് 2 പേരും കൂടി സെന്ററിലോട്ടേക്ക് വരും. 2 പേരും കൂടി എവിടെ വരും? സെന്ററിൽ വന്നിട്ട് ഒരുമിച്ച് അങ്ങ് ഫ്യൂസ് ചെയ്യും. ആരൊക്കെ? 2 പോളാർ, 2 എൻഡിലായിട്ടിരിക്കുന്ന 2 പോളാർ ന്യൂക്ലിയസുകളും സെന്ററിൽ വന്നിട്ട് ഒരുമിച്ച് ഫ്യൂസ് ചെയ്യും. സെന്ററിൽ വന്നിട്ട് എന്ത് ചെയ്യും? ഒരുമിച്ച് ഫ്യൂസ് ചെയ്യും. കണ്ടോ? ഒരുമിച്ച് ഫ്യൂസ് ചെയ്യും. ഇപ്പോൾ അവരെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ഫ്യൂഷൻ ന്യൂക്ലിയസ്. സെക്കൻഡറി
ഫ്യൂഷൻ ന്യൂക്ലിയസ്. സെക്കൻഡറി ഫ്യൂഷൻ ന്യൂക്ലിയസ്. യഥാർത്ഥത്തിൽ അവർ ആരായിരുന്നു? പോളാർ ന്യൂക്ലിയസ് ആയിരുന്നു. അവരെ ഇപ്പൊ എന്ത് വിളിക്കുന്നതാണ്? സെക്കൻഡറി ഫ്യൂഷൻ ന്യൂക്ലിയസ് ആയിരുന്നു. രണ്ട് പോളുകളിലായിട്ടിരുന്നപ്പോൾ അവർ പോളാർ ന്യൂക്ലിയസ്, സെന്ററിൽ വന്ന് ഒരുമിച്ച് ഫ്യൂസ് ചെയ്ത ശേഷം നമ്മൾ അവരെ എന്ത് വിളിക്കും? സെക്കൻഡറി ഫ്യൂഷൻ ന്യൂക്ലിയസ്. അപ്പൊ അകത്തുള്ളവരെ മറന്നുപോലെ രണ്ട് സൈനത്തിന്റെ ഒരു എഗ്, മൂന്നും കൂടി ചേർന്ന് എഗ് അപ്പാരറ്റസ്. ഓപ്പോസിറ്റ് എൻഡിൽ, അതായത് ചലാസവന്റെ എൻഡില് 3 സെല്ലുകൾ നമ്മൾ ആന്റിപോഡൽസ് എന്ന് വിളിക്കും. രണ്ട് പോളാർ ന്യൂക്ലിയസുകൾ ഒറ്റക്കെട്ടേക്കിരുന്നു, അവർ സെന്ററിൽ വന്ന് ഒരുമിച്ച് ഫ്യൂസ് ചെയ്തു. അവർക്ക് ഒരു സെല്ലേ ഉള്ളൂ കേട്ടോ, രണ്ടുപേരും കൂടി ചേർത്തിട്ട് ഒറ്റ സെല്ലാണ്. അതാണ് ഏറ്റവും വലിയ സെല്ല് എംബ്രിയോ സാക്കിനകത്ത്. ഓക്കെ, ഇതാണ് ഒരു ഓവിയൂളിന്റെ സ്ട്രക്ചർ. വളരെ നന്നായിട്ട് പഠിക്കുക. ഓവിയൂളിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലും ഇതുപോലെ ഭംഗിയായിട്ട് പഠിക്കാനുണ്ട്. ഇപ്പോഴേ പഠിച്ചു പോകുക. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഫീമെയിൽ ഗ്യാമിറ്റ് ഇതാണ്. എഗിനെയാണ് നമ്മൾ ഫീമെയിൽ ഗ്യാമിറ്റ്. ഇവിടെ സംഭവിക്കേണ്ടത് എന്താ? ഈ ഫീമെയിൽ ഗ്യാമിറ്റുമായിട്ട് വേണം ആർക്ക് ഫ്യൂസ് ചെയ്യാൻ? പോളൻ ഗ്രെയിനകത്തിരിക്കുന്ന മെയിൽ ഗ്യാമിറ്റിനെ ഫ്യൂസ് ചെയ്യാൻ, അല്ലെ? അപ്പൊ ഇവിടെ എംബ്രിയോ സാക്കിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് എന്ന് വിളിക്കാം. എന്തുകൊണ്ടാണ്? നമ്മള് മെയിൽ ഗ്യാമീറ്റ് ഇരുന്ന പോളൻ ഗ്രെയിൻ എന്ന് വിളിച്ചു, മെയിൽ ഗ്യാമിറ്റോഫൈറ്റ് എന്ന് വിളിച്ചില്ലേ? മെയിൽ ഗ്യാമീറ്റ് ഇരുന്ന പോളൻ ഗ്രെയിനെ മെയിൽ ഗ്യാമിറ്റോഫൈറ്റ് എന്ന് വിളിക്കാമെങ്കിൽ ഫീമെയിൽ ഗ്യാമീറ്റ് ഇരിക്കുന്ന എംബ്രിയോ സാക്കിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് എന്ന് വിളിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എംബ്രിയോ സാക്കിനകത്ത് വേറൊരു കാര്യമുണ്ട്. എല്ലാവരും ഹാപ്ലോയിഡ്. ഒരാള് പോയിട്ട് സൈനർജിറ്റിലെ ഓരോ സെല്ലും ഹാപ്ലോയിഡ് ആണ്, N ആണ്, അല്ലെ? ക്രോമസോം നമ്പർ N ആണ്, മീൻസ് N നമ്പർ ഓഫ് ക്രോമസോമുകൾ ഹാപ്ലോയിഡ് ആണ്. ഫീമെയിൽ ഗ്യാമിറ്റ് ആണ് എഗ്. അപ്പൊ ഗ്യാമിറ്റുകളെല്ലാം ഹാപ്ലോയിഡ് നമുക്ക് ഓൾറെഡി അറിയാം. ആന്റിപോഡൽസിലെ ഓരോ സെല്ലുകളും ഹാപ്ലോയിഡ് ആണ്. പിന്നെ ആരാണ് ഡിപ്ലോയിഡ്? ഇത് ഫെർട്ടിലൈസേഷൻ മുന്നേ ഉള്ള കാര്യമാണ് പറയുന്നത്. ഒരൊറ്റ ആള് മാത്രം ഡിപ്ലോയിഡ്. ആര്? പോളാർ ന്യൂക്ലിയസ് ചേർന്നുണ്ടായ സെക്കൻഡറി ഫ്യൂഷൻ ന്യൂക്ലിയസ്. കാരണം അവർ ഒറ്റക്കെട്ടൊക്കെ ഇരുന്നപ്പോ N ആയിരുന്നു, ഇങ്ങനെയാണ്. പക്ഷെ രണ്ടും കൂടി വന്ന് ഒരുമിച്ച് ചേരുമ്പോൾ എന്തായി മാറും? അത് 2N ആയിട്ട് മാറും. അപ്പം ഫെർട്ടിലൈസേഷന് മുമ്പ് എംബ്രിയോ സാക്കിനകത്ത് ഒരേ ഒരാള് മാത്രമാണ് ഡിപ്ലോയിഡ് കണ്ടീഷനിൽ ഇരിക്കുന്നത്. അത് സെക്കൻഡറി ഫ്യൂഷൻ ന്യൂക്ലിയസ് ആണ്. ബാക്കി ഓരോരുത്തരും ഏത് കണ്ടീഷനിലാണ്? ഹാപ്ലോയിഡ് കണ്ടീഷനാണ്. മറന്നില്ല. അപ്പം നിയമത്താണ് ഫ്യൂഷന് മുമ്പ്, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റ് ഫ്യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഷന് മുൻപ് ഒരേ ഒരാൾ മാത്രം സെക്കൻഡറി ഫ്യൂഷൻ ന്യൂക്ലിയസ്, പോളാർ ന്യൂക്ലിയസിൽ ചേർന്നുണ്ടായ സെക്കൻഡറി ഫ്യൂഷൻ ന്യൂക്ലിയസ് മാത്രമാണ് ഡിപ്ലോയിഡ്. ബാക്കി എല്ലാവരും എന്ത് സ്റ്റേജിലാണ്? ഹാപ്ലോയിഡ് സ്റ്റേജിലാണ്. ഹാപ്ലോയിഡ് സ്റ്റേജിലാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിനി പോളിനേഷനിലോട്ടും ഫെർട്ടിലൈസേഷനിലോട്ടും പോയി. ഈ പാർട്ടുകളെല്ലാം മനസ്സിലായി. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പാർട്ട് അങ്ങ് മായ്ച്ചു കളയാം. ഓക്കെ, ഒരു പാർട്ട് അങ്ങ് മായ്ച്ചു കളയാം. നമ്മൾ ഈ പാർട്ടുകളൊക്കെ പരിചയപ്പെടാനാണ് ഇങ്ങനെ ലാബ് ചെയ്യുന്നത്. നമ്മളിന്റെ അടുത്ത് എന്ത് പഠിക്കാൻ പോകണം? ഫെർട്ടിലൈസേഷൻ പഠിക്കാൻ പോകണം. അപ്പൊ നോക്കിക്കോ, എന്താണ് ഈ ഫെർട്ടിലൈസേഷൻ? ക്ലിയർ ആയിട്ട് ആന്തർ പൊട്ടുമ്പോൾ പോളൻ ഗ്രെയിൻ പുറത്തു വരില്ല. ഇപ്പൊ എവിടെയാ പോളൻ ഗ്രെയിൻ ഇരിക്കുന്നത്? ആന്തറിനകത്തുള്ള മൈക്രോസ്പൊറാഞ്ച്. വേണമെങ്കിൽ മൈക്രോസ്പൊറാഞ്ച് ഇപ്പം പോളൻ സാക്ക് എന്ന് വിളിക്കാം. കാരണം അതിനകത്തെല്ലാം പോളൻ ഗ്രെയിൻ കൊണ്ട് നിറഞ്ഞു, അല്ലെ? ഒരു ആന്തറിനകത്ത് 4 മൈക്രോസ്പൊറാഞ്ച്. ഈ മൈക്രോസ്പൊറാഞ്ചിക്കകത്തുന്ന മൈക്രോസ്പോർ മദർ സെല്ലുകളെല്ലാം ഡിവൈഡ് ആരായി മാറി? എല്ലാവരും പോളൻ ഗ്രെയിനായി മാറി. ഇപ്പം ഓരോ മൈക്രോസ്പൊറാഞ്ചിക്കകത്തും തൗസൻഡ്സ് ഓഫ് പോളൻ ഗ്രെയിൻ ഇരിക്കുകയാണ്. ഓരോ മൈക്രോസ്പൊറാഞ്ചിക്കകത്തും തൗസൻഡ്സ് ഓഫ് എന്തിരിക്കുകയാണ്? പോളൻ ഗ്രെയിൻസ് ഇരിക്കുകയാണ്. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് മൈക്രോസ്പൊറാഞ്ചി എന്നത് വിളിക്കാം, പോളൻ സാക്ക് എന്ന് വിളിക്കാം. മൈക്രോസ്പൊറാഞ്ചി നമുക്ക് വേണമെങ്കിൽ പോളൻ സാക്ക്, കാരണം ആയിരക്കണക്കിന് പോളൻ ഗ്രെയിനാണ് അതിനകത്തിരിക്കുന്നത്. ഈ ആന്തർ പൊട്ടുമ്പോൾ, ഈ ആന്തർ ഇങ്ങനെ ലോഞ്ചിറ്റ്യൂഡിനായിട്ട് പൊട്ടും. ആന്തർ പൊട്ടുമ്പോൾ ആര് പുറത്തു വരും? പോളൻ ഗ്രെയിൻസ് പുറത്തു വരും. ആന്തർ പൊട്ടുമ്പോൾ ആര് പുറത്തു വരുന്നു? പോളൻ ഗ്രെയിൻസ്. ഈ പോളൻ ഗ്രെയിൻസ് കാറ്റിലൂടെ പറന്നോ അല്ലെങ്കിൽ ഇൻസെക്റ്റുകൾ വഴിയോ എവിടെ പോയി വീഴും? സ്റ്റിഗ്മയിൽ പോയി വീഴും, അല്ലേ? അങ്ങനെ ആയിരിക്കാം. ചിലപ്പം കാറ്റിലൂടെ ആയിരിക്കാം, ചിലപ്പോ ഇൻസെക്റ്റുകൾ വഴിയായിരിക്കും. എങ്ങനെയായാലും ഈ പോളൻ ഗ്രെയിൻസ് പോയി എവിടെ പതിക്കും? സ്റ്റിഗ്മയില്, അല്ലെ? ഈ പോളൻ ഗ്രെയിൻ മറന്നുപോലെ ഒരു പോളൻ ഗ്രെയിനകത്ത് 2 മെയിൽ ഗ്യാമീറ്റ് ഉണ്ട്. അത് ഓർക്കുക. ഒരു പോളൻ ഗ്രെയിനകത്ത് 2 മെയിൽ ഗ്യാമീറ്റ് ഉണ്ട്. ഈ പോളൻ ഗ്രെയിൻസ് കാറ്റിലൂടെയോ വെള്ളത്തിലൂടെയോ എങ്ങനെയായാലും വന്ന് എവിടെ വീഴും? സ്റ്റിഗ്മയിലോട്ട് വീഴും. എവിടെ വീഴുന്നു? സ്റ്റിഗ്മയിലേക്ക് വീഴുന്നു. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഈ പോളൻ ഗ്രെയിനകത്തിരിക്കുന്ന മെയിൽ ഗ്യാമീറ്റിന് ഓവറിക്കകത്തിരിക്കുന്ന ഓവ്യൂളിനകത്തിരിക്കുന്ന ആരുമായിട്ട് ഫ്യൂസ് ചെയ്യണം? എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യണം, അല്ലേ? ഒന്നുകൂടി പറയാണ്,
പോളൻ ഗ്രെയിൻ അകത്തിരിക്കുന്ന മെയിൽ ഗ്യാമീറ്റിന് ഓവറിക്കകത്തിരിക്കുന്ന ഓവ്യൂളിനകത്തിരിക്കുന്ന എംബ്രിയോ സാക്കിനകത്തിരിക്കുന്ന അല്ലെ, ഓവറിക്കകത്താണ് ഒവ്യൂള്, ഒവ്യൂളിനകത്താണ് എംബ്രിയോ സാക്ക്, എംബ്രിയോ സാക്കിന്റെയും അകത്താണ് ആയിരിക്കുന്നത് ഫീമെയിൽ ഗ്യാമീറ്റ് ആയിട്ടുള്ള എഗ് ഇരിക്കുന്നത്. ആ എഗ്ഗുമായിട്ട് ആർക്ക് ഫ്യൂസ് ചെയ്യണം? എഗ്ഗുമായിട്ട് പോളൻ ഗ്രെയിൻ അല്ല ഫ്യൂസ് ചെയ്യേണ്ട, പോളൻ ഗ്രെയിനകത്തിരിക്കുന്ന മെയിൽ ഗ്യാമീറ്റിനാണ്. പോളൻ ഗ്രെയിൻ അല്ല, പോളൻ ഗ്രെയിന്റെ അകത്തിരിക്കുന്ന മെയിൽ ഗ്യാമീറ്റിനാണ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യേണ്ടത്. പക്ഷെ പോളൻ ഗ്രെയിൻ ഇറങ്ങി ഇനി വരാൻ പറ്റില്ല ഓവറിക്കകത്ത് അല്ലെ. അപ്പൊ പോളൻ ഗ്രെയിനകത്തിരിക്കുന്ന മെയിൽ ഗ്യാമീറ്റിനെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യണം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, പോളൻ ഗ്രെയിൻ ഇറങ്ങി അവിടെ വരെയില്ല, ഓവറിക്കകത്തില്ല. അപ്പൊ എന്താ വഴി? അവിടെ ഒരു വഴിയുണ്ട്. എന്താണ് ആ വഴി? പോളൻ ഗ്രെയിനിൽ നിന്ന് ഒരു ട്യൂബ് ഉണ്ടാവും. ആ ട്യൂബിനെ നമ്മൾ എന്ത് വിളിക്കും? പോളൻ ട്യൂബ്. ആ പോളൻ ഗ്രെയിനിൽ നിന്ന് പോളൻ ട്യൂബ് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് പോളൻ ജെർമിനേഷൻ എന്ന് വിളിക്കുന്നത്. പോളൻ ഗ്രെയിൻ വന്ന് സ്റ്റിഗ്മ എഴുതുമ്പോൾ അതിന് പോളൻ ട്യൂബ് ഉണ്ടാവും. ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും? പോളൻ ജെർമിനേഷൻ എന്ന് വിളിക്കും. അങ്ങനെ ആ പോളൻ ട്യൂബ് വളർന്ന് സ്റ്റിഗ്മയിലൂടെ സ്റ്റൈലിലൂടെ എവിടെ എത്തി? ഓവറിയിൽ എത്തിയിട്ട് നേരെ ഓവ്യൂളിന്റെ മൈക്രോപൈലർ എൻഡിൽ കൂടി അകത്ത് കയറും. അപ്പൊ നമുക്ക് അത് ഇവിടെ പറഞ്ഞാൽ മനസ്സിലാകാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് മാറ്റി കുറച്ച് വലുതായിട്ട് വരയ്ക്കാം. ഇതാണ് സ്റ്റിഗ്മയിൽ വന്ന് വീണ പോളൻ ഗ്രെയിൻ എന്ന് വിചാരിക്കുക. സ്റ്റിഗ്മയിൽ വന്ന് വീണ പോളൻ ഗ്രെയിൻ. ആ പോളൻ ഗ്രെയിന്റെ അകത്ത് രണ്ട് മെയിൽ ഗ്യാമീറ്റ് ഉണ്ട്. ഓക്കെ അല്ലേ? രണ്ട് മെയിൽ ഗ്യാമീറ്റ് ഉണ്ട് ആ പോളൻ ഗ്രെയിൻ. ഈ പോളൻ ഗ്രെയിനിൽ നിന്ന് എന്ത് ഫോം ചെയ്യും? പോളൻ ട്യൂബ്. ഈ പോളൻ ട്യൂബ് വളർന്ന് സ്റ്റിഗ്മയിലൂടെ സ്റ്റൈലിലൂടെ ഓവറിക്കകത്തെത്തിയിട്ട് ഈ പോളൻ ട്യൂബിന് എങ്ങോട്ട് കിടക്കണം? ഓവ്യൂളിന്റെ ഉള്ളിലേക്ക് കിടക്കണം. പക്ഷേ ഓവ്യൂളിന്റെ ഈ പറഞ്ഞ ഏതെങ്കിലും പോർഷനിൽ കൂടി അകത്ത് കയറാൻ പറ്റുമോ? ഓവ്യൂളിന്റെ ഇവിടെ കൂടി അകത്ത് കയറാൻ പറ്റും? ഇവിടെ ഒരിടത്തുകൂടി കയറാൻ പറ്റില്ല. അതുകൊണ്ട് പോളൻ ട്യൂബ് ഇങ്ങനെ വളർന്ന് എവിടെ എത്തും? മൈക്രോപൈലർ എൻഡ് വരെ വരും. കാരണം മൈക്രോപൈലർ എൻഡിൽ ആരില്ല? ഇന്റർഗ്യുമെന്റ് ആബ്സെന്റ് ആണ്. അപ്പൊ ആ റീജിയൻ വഴി ആർക്ക് അകത്തേക്ക് കയറാം? ഈ പോളൻ ട്യൂബിനകത്ത് കയറാം അല്ലേ? ആ റീജിയൻ വഴി ഈ പോളൻ ട്യൂബിന് ഈസി ആയിട്ട് അകത്തേക്ക് കടക്കാം. ക്ലിയർ? അപ്പം പോളൻ ഗ്രെയിൻ വന്ന് സ്റ്റിഗ്മയിൽ വീണു, പോളൻ ട്യൂബ് ഉണ്ടായി, പോളൻ ട്യൂബ് വളർന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പാർട്ടിലൂടെ ഒന്നും കയറാൻ പറ്റില്ല? അവിടെ എല്ലാം ഇന്റർഗ്യുമെന്റ് ഇരിക്കുകയാണ്. പോളൻ ട്യൂബിനകത്ത് കയറാൻ പറ്റില്ല. പോളൻ ട്യൂബിനകത്തേക്ക് കയറാൻ പറ്റിയ സ്ഥലം ഏത് സ്ഥലമാണ്? ഈ മൈക്രോപൈലറിന്റെ അതിൽ കൂടി അകത്ത് കയറി എംബ്രിയോ സാക്കിന്റെ അകത്ത് കയറി നേരെ സൈനോജിഡിന്റെ അവിടെ എത്തി. ആര്? പോളൻ ട്യൂബ്. അപ്പോഴാണ് ഈ പോളൻ ട്യൂബിൽ കൂടെ ആരിറങ്ങി പോകുന്നത്? രണ്ട് മെയിൽ ഗ്യാമീറ്റുകൾ. ഈ രണ്ട് മെയിൽ ഗ്യാമീറ്റുകളും എന്തിലൂടെ ഇറങ്ങിപ്പോവും? പോളൻ ട്യൂബിലൂടെ ഇങ്ങനെ മെയിൽ ഗ്യാമീറ്റുകൾ ഇറങ്ങിപ്പോവും അല്ലേ? ഇങ്ങനെ പോയി ഈ മെയിൽ ഗ്യാമീറ്റുകൾ രണ്ടെണ്ണം ഉണ്ടല്ലോ, അതിൽ ഒരു മെയിൽ ഗ്യാമീറ്റ് സൈനോജിഡിലൂടെ എവിടെ എത്തി? എഗ്ഗിന്റെ അടുത്തെത്തി. എഗ്ഗും മെയിൽ ഗ്യാമീറ്റും കൂടി അങ്ങ് ഫ്യൂസ് ചെയ്യും. ആരൊക്കെ തമ്മിൽ അങ്ങ് ഫ്യൂസ് ചെയ്യാൻ പോവുകയാണ്? എഗ്ഗും മെയിൽ ഗ്യാമീറ്റും തമ്മിൽ. എഗ് എന്ന് പറയുന്നത് ഫീമെയിൽ ഗ്യാമീറ്റുകൾ, മറക്കല്ലേ? അപ്പൊ ഇവിടെ എന്താ നടക്കാൻ പോകുന്നത്? ഫെർട്ടിലൈസേഷൻ അല്ലേ? അപ്പൊ ഇവിടെ നടന്ന കാര്യം പറഞ്ഞോളൂ. പോളൻ ഗ്രെയിൻ വന്ന് സ്റ്റിഗ്മയിൽ വീണു. ഈ പ്രോസസ് നമ്മൾ എന്ത് വിളിച്ചു? പോളിനേഷൻ എന്ന് വിളിച്ചു. പോളിനേഷൻ. ആ സ്റ്റിഗ്മയിൽ വന്ന് വീണ പോളൻ ഗ്രെയിൻ അകത്തിരിക്കുന്ന മെയിൽ ഗ്യാമീറ്റിന് ഓവറിക്കുള്ളിലിരിക്കുന്ന ഓവ്യൂളിനുള്ളിലിരിക്കുന്ന എംബ്രിയോ സാക്കിനകത്തിരിക്കുന്ന എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യണം. അതിനെന്താ ചെയ്യുന്നത്? പോളൻ ഗ്രെയിൻ ഇറങ്ങി താഴെ വരാൻ പറ്റില്ല. അതുകൊണ്ട് പോളൻ ഗ്രെയിനിൽ നിന്ന് ഒരു പോളൻ ട്യൂബ് ഉണ്ടായി. ആ പോളൻ ട്യൂബിലൂടെ രണ്ട് മെയിൽ ഗ്യാമീറ്റുകൾ ഇറങ്ങി വന്നു. രണ്ട് മെയിൽ ഗ്യാമീറ്റുകളിൽ ഒരെണ്ണം എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തു. അപ്പൊ ഫീമെയിൽ ഗ്യാമീറ്റ് ആണ് എഗ് എന്ന് പറയുന്നത്. വന്ന് ഫ്യൂസ് ചെയ്ത മെയിൽ ഗ്യാമീറ്റ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്യുമ്പോൾ ആര് ഫോം ചെയ്യും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൈഗോട്ട് ഫോം ചെയ്യും. മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്യുമ്പോൾ ആര് ഫോം ചെയ്യും? സൈഗോട്ട്. മെയിൽ ഗ്യാമീറ്റ് N ആണ്, ഫീമെയിൽ ഗ്യാമീറ്റ് N ആണ്. അപ്പൊ രണ്ട് എന്നും കൂടി ചേരുമ്പം സൈഗോട്ട് എന്തായി? ഡിപ്ലോയിഡ് ആയി അല്ലേ? ഹാപ്ലോയിഡ് ആയിരുന്ന എഗ്ഗുമായിട്ട് വീണ്ടും ഒരു ഹാപ്ലോയിഡ് മെയിൽ ഗ്യാമീറ്റ് വന്ന് ചേർന്നപ്പോൾ ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്തു. ഇതിനെ നമ്മൾ സിൻഗമി, ഈ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് സിൻഗമി എന്ന് വിളിക്കും. SYNGAMY, സിൻഗമി അല്ലെ? ഫെർട്ടിലൈസേഷൻ തന്നെയാണ്. ഫെർട്ടിലൈസേഷന്റെ മറ്റൊരു പേരാണ് സിൻഗമി. ഇനിയുണ്ട് ഒരു മെയിൽ ഗ്യാമീറ്റ്. അവൻ നേരെ പോയിട്ട് ഇവിടെ ഒരാളിരിക്കണം. അവൻ ആദ്യമേ നമുക്കറിയാം സെക്കൻഡറി ഫ്യൂഷൻ ന്യൂക്ലിയസ്. അവന് എന്നും കൂടി ചേർന്ന് ഓൾറെഡി ഏത് കണ്ടീഷനിലായിരുന്നു? 2N കണ്ടീഷനിലാണ് ഇരിക്കുന്നത് അല്ലേ? അതിനൊപ്പമാണ് ആരും കൂടി പോയി ഫ്യൂസ് ചെയ്യാൻ പോകുന്നത്? വീണ്ടും ഒരു മെയിൽ ഗ്യാമീറ്റും കൂടി പോയി ഫ്യൂസ് ചെയ്യാൻ. കണ്ടോ? അപ്പൊ ഓൾറെഡി രണ്ട് പോളാർ ന്യൂക്ലിയസുകൾ ചേർന്ന് ഡിപ്ലോയിഡ് കണ്ടീഷനിലാണ് ആരിരുന്നത്? സെക്കൻഡറി ഫ്യൂഷൻ ന്യൂക്ലിയസ് ഇരുന്നത്. ആ സെക്കൻഡറി ഫ്യൂഷൻ ന്യൂക്ലിയസിന്റെ ഒപ്പമാണ് വീണ്ടും ഒരു മെയിൽ ഗ്യാമീറ്റും കൂടി പോയി ഫ്യൂസ് ചെയ്യുന്നു. അപ്പോഴവിടെ 2N വീണ്ടും ഒരു N കൂടി ചേർന്ന് എന്തായി? 3N ആയി. അപ്പൊ അവിടെ ഫോം ചെയ്ത സ്ട്രക്ചറിന്റെ പേര് പെൻ എന്നാണ്.
പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ്. അതിന്റെ പ്ലോയിഡ് ചോദിച്ചാൽ എന്ത് പറയണം? 3N എന്ന് പറയണം. എന്തുകൊണ്ടാ 3N? കാരണം 2N ഉണ്ട്, അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഫെർട്ടിലൈസേഷന് മുന്നേ തന്നെ 2N ഉണ്ട്. ആരൊക്കെ ചേർന്ന 2N ഉണ്ടായത്? രണ്ട് പോളാർ ന്യൂക്ലിയസിൽ ചേർന്ന് 2N കണ്ടീഷൻ, ഡിപ്ലോയിഡ് കണ്ടീഷനിലുള്ള ആരായി? സെക്കൻഡറി ഫ്യൂഷൻ ന്യൂക്ലിയസ് ആയി. അതിന്റെ കൂടെയാണ് ഒരു ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് എന്താണ് മെയിൽ ഗ്യാമീറ്റ് കൂടി ഫ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാം കൂടി ചേർന്നപ്പോൾ 3 പേര് ഒരുമിച്ച് ഫ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന് 3 ഹാപ്ലോയിഡുകൾ ഒരുമിച്ച് ഫ്യൂസ് ചെയ്യുമ്പോൾ അത് എന്ത് കണ്ടീഷൻ, അവിടെ ഉണ്ടായ സ്ട്രക്ചറിന്റെ പേര് പെൻ എന്നാണ്. സെക്കൻഡറി ഫ്യൂഷൻ ന്യൂക്ലിയസിലൂടെ ഒരു മെയിൽ ഗ്യാമീറ്റ് കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രക്ചറിന്റെ പേര് പെൻ എന്നാണ്. പെൻ പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ്. പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് നമ്മൾ പെൻ എന്ന് ചുരുക്കി പറയും. അതെന്തുകൊണ്ട് ട്രിപ്ലോയിഡ് ആയെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെ പെൻ ഉണ്ടാകുന്ന പ്രോസസിന്റെ പേരാണ് ട്രിപ്പിൾ ഫ്യൂഷൻ. പെൻ ഉണ്ടായ പ്രോസസിന്റെ പേര് ട്രിപ്പിൾ ഫ്യൂഷൻ. രണ്ട് കാര്യങ്ങളുണ്ട്. വൺ ഓഫ് ദി മെയിൽ ഗ്യാമീറ്റ്സ് ഫ്യൂസ് വിത്ത് the egg to form zygote and it is known as syngamy. Another male gamete fuse with the secondary nucleus to form primary endosperm nucleus. It is known as triple fusion. Triple fusion and syngamy are together constitute double fertilization. ഈ double fertilization ആണ് angiospermsന്റെ ഏറ്റവും പ്രധാനപ്പെട്ട characteristic feature. എന്താ? double fertilization. അപ്പൊ ഡബിൾ ഫെർട്ടിലൈസേഷൻ വിളിക്കാൻ കാരണം രണ്ട് മെയിൽ ഗ്യാമീറ്റുകളിൽ ഒരെണ്ണം എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് ആരായി മാറി? സൈഗോട്ടായിട്ട് മാറി. അത് സിംഗമി. അപ്പൊ സൈഗോട്ട് ഡിപ്ലോയിഡ്. മറ്റേ മെയിൽ ഗ്യാമീറ്റ് സെക്കൻഡറി ഫ്യൂഷൻ ന്യൂക്ലിയസ് ചേർന്ന് ആരുണ്ടായി? പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ഉണ്ടായി. അത് ട്രിപ്പിൾ ഫ്യൂഷൻ. ഈ ട്രിപ്പിൾ ഫ്യൂഷനെയും സിംഗമിയും കൂടി ചേർത്ത് എന്ത് വിളിക്കുന്നു? ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നു. ഇതാണ് ആൻജിയോസ്പേംസിൽ നടക്കുന്ന ഡബിൾ ഫെർട്ടിലൈസേഷൻ. അപ്പൊ ഡബിൾ ഫെർട്ടിലൈസേഷന്റെ റിസൾട്ട് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? രണ്ട് റിസൾട്ട് ആണ് ഉണ്ടായത്. ഒന്ന് എഗ് മെയിൽ ഗ്യാമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്തപ്പം സൈഗോട്ട് ഫോം ചെയ്യും. അപ്പൊ ഒരു റിസൾട്ട് ആരാണ്? സൈഗോട്ട് ആണ്. മറ്റേ റിസൾട്ട് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ്. നമ്മൾ ചുരുക്കി എന്ത് വിളിക്കും? പെൻ എന്ന് വിളിക്കും അല്ലേ. അപ്പൊ ഞാൻ ബാക്കിയുള്ളവരെയൊക്കെ മായ്ച്ചു കളയാണ്ട് ഇവിടെ ലാബിൽ നിന്നവരൊക്കെ മായ്ക്കുന്നു. ആരെ മാത്രം അവശേഷിപ്പിക്കുന്നു? ഇപ്പൊ ഉണ്ടായ രണ്ട് സ്ട്രക്ചർ ആരൊക്കെയാണ്? ഒന്ന് സൈഗോട്ട്, മറ്റേത് പെന്ന്. സൈഗോട്ട് ഉണ്ടായത് സിംഗമി അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ അല്ലെ. സിംഗമി ഒരു ഫെർട്ടിലൈസേഷൻ. പെന്നുണ്ടായത് എന്താണ്? ട്രിപ്പിൾ ഫ്യൂഷൻ. രണ്ടിനെയും കൂടി ചേർത്ത് നമ്മൾ എന്ത് വിളിച്ചു? ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? ഡബിൾ ഫെർട്ടിലൈസേഷൻ അല്ലെ. അങ്ങനെ ഇവിടെ എന്ത് കാണുന്നിരിക്കുകയാണ്? ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഇപ്പൊ ഡബിൾ ഫെർട്ടിലൈസേഷന്റെ റിസൾട്ട് നമുക്കറിയാം എന്താണ്? രണ്ട് റിസൾട്ട്, ഒന്ന് സൈഗോട്ട്, ഒന്ന് പെന്ന്. ഓക്കെ അല്ലേ. അപ്പം ഈ ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ ഈ ഒബ്യൂള് പിന്നെ ഒബ്യൂൾ ആയിരിക്കില്ല. ഒബ്യൂള് ഡെവലപ്പ് ചെയ്ത് സീഡായി മാറാറുണ്ട്. അതിനു മുമ്പേ ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എന്താവണം? എംബ്രിയോ ആണ്. ബാക്കിയുള്ളവരൊക്കെ നശിച്ചു പോകും കേട്ടോ. ഈ സൈനോബിറ്റ്സ് ഒക്കെ അങ്ങ് പോകും. സൈനോബിറ്റ്സ് പോകും. ഈ ആന്റിപോഡൽസ് ഒക്കെ അങ്ങ് പോകും അല്ലെ. അവരെല്ലാം നശിച്ചു ക്രമേണ. ഇവിടെ ഇനി സംഭവിക്കേണ്ടത് ഈ സൈഗോട്ടിന് വളർന്ന എംബ്രിയോ ആയി മാറും. എവിടെ നിന്ന്? ന്യൂട്രിയൻസ്. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സൈഗോട്ട് വെറുതെ അങ്ങ് വളർന്ന എംബ്രിയോ ആവില്ല. സൈഗോട്ട് സെൽ ഡിവിഷൻ നടത്തുമ്പോഴാണ് എംബ്രിയോ എന്ന് പറയുന്നത്. സൈഗോട്ട് വളർന്ന എംബ്രിയോ ആണെങ്കിൽ അവൻ ന്യൂട്രിയൻസ് കിട്ടണ്ടേ. അതിനുവേണ്ടി ആദ്യം ഈ പെന്നുണ്ടല്ലോ, പെന്ന് അങ്ങ് ഡിവൈഡ് ചെയ്ത്, അത് സാധാരണ ഡിവിഷൻ ആണ്, മിയോസിസ് ഒന്നും അല്ല, വളർച്ച ഗ്രോത്ത് ആണ്. അപ്പം മൈറ്റോസിസ്. അതുകൊണ്ട് ക്രോമോസോം നമ്പറിൽ ഒന്നും വ്യത്യാസം വരില്ല. അപ്പൊ ആ പെന്ന് ഡെവലപ്പ് ചെയ്ത് ആരായി മാറും? എൻഡോസ്പേം എന്ന് വിളിക്കുന്ന ഒരു ന്യൂട്രിയന്റ് ടിഷ്യൂ ആയിട്ട് മാറും. ആരായി മാറി? പെന്ന് എൻഡോസ്പേമായി മാറും. പെന്ന് ആരായി മാറും എന്നറിയാമോ? പെന്ന് എൻഡോസ്പേമായി മാറും. എൻഡോസ്പേം ആകുമ്പോൾ ക്രോമോസോം നമ്പറിൽ വ്യത്യാസമില്ല. അപ്പോഴും 3N തന്നെ. കാരണം പെന്ന് വളർന്ന് മൈറ്റോസ് ആണ്, ഗ്രോ ചെയ്താണ് എൻഡോസ്പേം ആണ്. അപ്പൊ അവിടെ ക്രോമോസോം നമ്പറിൽ ഒരിക്കലും വ്യത്യാസം വരില്ല. ഓക്കെ അല്ലേ. സാധാരണ ഡിവിഷൻ ആണ്, മിയോസിസ് അല്ല. അപ്പം പെന്ന് വളർന്ന എൻഡോസ്പേം എന്ന് പറഞ്ഞ ന്യൂട്രിയൻ ടിഷ്യൂ. അപ്പൊ ഇനി ആർക്ക് ഡെവലപ്പ് ചെയ്യാം? അല്ല സൈഗോട്ട് വെറുതെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? സൈഗോട്ടിന് വളർന്നെങ്കിൽ ന്യൂട്രിയൻസ് കിട്ടണ്ടേ. ഇനി ഈ പെൻ ഉപയോഗിച്ച്, ഈ ന്യൂട്രിയൻസ് ഉപയോഗിച്ച് ആര് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും? ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ആ ന്യൂട്രിയൻസ് ഉപയോഗിച്ചുകൊണ്ട് സൈഗോട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എന്തായി മാറും? സൈഗോട്ട് ഒരു എംബ്രിയോ ആയി മാറും അല്ലേ. സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് എംബ്രിയോ അല്ലെ. അപ്പൊ സൈഗോട്ട് എന്തായി മാറണമെങ്കിൽ, എംബ്രിയോ ആയി മാറണമെങ്കിൽ ആദ്യം പെൻ എന്തായി മാറണം? എൻഡോസ്പേമായി മാറണം അല്ലെ. എംബ്രിയോയും സൈഗോട്ട് വളരെയാണ് ചെയ്യുന്നത്, ഗ്രോത്ത് ആണ്, സാധാരണ ഡിവിഷൻ ആണ്. അപ്പം സൈഗോട്ടിൽ നിന്നുണ്ടാകുന്ന എംബ്രിയോയും 2N തന്നെയാണ്. പെന്നിൽ നിന്നുണ്ടാകുന്ന എൻഡോസ്പേം 3N ആണ്. പെന്ന് 3N ആയതുകൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന എൻഡോസ്പേം 3N ആണ്, ട്രിപ്ലോയിഡ് ആണ്. ഓക്കെ. അപ്പൊ ഇതാണ് ശരിക്കും ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഒരു മെയിൽ ഗ്യാമീറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത സൈഗോട്ട് ഉണ്ടാകുന്നു. മറ്റേ അത് നമ്മൾ സിംഗമി എന്ന് വിളിച്ചു. മറ്റേ മെയിൽ ഗ്യാമീറ്റ് സെക്കൻഡറി ഫ്യൂഷൻ ന്യൂക്ലിയസോട് ചേർന്ന് പെൻ ഉണ്ടാകുന്നു, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. അത് നമ്മുടെ ട്രിപ്പിൾ ഫ്യൂഷൻ. അപ്പൊ സിംഗമിയെ ട്രിപ്പിൾ ഫ്യൂഷനെ ഒരുമിച്ച് നമ്മൾ എന്ത് വിളിച്ചു? ഡബിൾ ഫെർട്ടിലൈസേഷൻ.
രണ്ട് റിസൾട്ടാണ് കിട്ടിയത്, സൈഗോട്ടും പെന്നും. സൈഗോട്ടിന് വളർന്ന എംബ്രിയോ ആവണം, എന്നാലേ അടുത്തത് വിത്ത് മുളച്ചൊരു പുതിയ ചെടിയാവാൻ പറ്റും. അപ്പൊ സൈഗോട്ട് എംബ്രിയോ ആണെങ്കിൽ അവൻ ന്യൂട്രിയൻസ് കിട്ടണം. അതിനുവേണ്ടി എന്ത് ചെയ്തു? പെന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആരായി മാറി? എൻഡോസ്പെർമായി മാറി. ആ എൻഡോസ്പെർം കൺസ്യൂം ചെയ്തുകൊണ്ട്, ആ എൻഡോസ്പെർമിനെ യൂസ് ചെയ്തുകൊണ്ട് ആര് വളർന്നു? എംബ്രിയോ ഡെവലപ്പ് ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ? പ്ലോയിഡുകൾ പറഞ്ഞു അല്ലെ, പെന്ന് 3N ആയതുകൊണ്ട്. പെന്ന് 3N ആവുന്നതിന് കാരണം പറയും, ഓൾറെഡി 2N കണ്ടീഷനിൽ ഇരുന്ന സെക്കൻഡറി ഫ്യൂഷൻ ന്യൂക്ലിയസിലൂടെയാണ് ഒരു മെയിൽ ഗ്യാമറ്റും കൂടി പോയി ഫ്യൂസ് ചെയ്തത്. അങ്ങനെയാണ് 3N ആവുന്നത് അല്ലെ. അപ്പൊ ഇത്രയും കഴിയുമ്പോൾ, അപ്പൊ ഡബിൾ ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ ഒബ്യൂൾ ആരായി മാറും? ഒബ്യൂൾ സീഡായിട്ടാണ് മാറും അല്ലേ. ഓവ്യൂൾ സീഡായി മാറുമ്പോൾ ഓവ്യൂൾ എന്തിനകത്തായിരുന്നു? ഓവറിക്കകത്താണ് അല്ലെ. അപ്പൊ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ദ ഓവറി ഡെവലപ്സ് ഇൻടു ഫ്രൂട്ട്. ഈ ഓവറി മൊത്തത്തിൽ ആരാണ്? ഫ്രൂട്ട് ആവും. അതിനകത്തേക്ക് ഒബ്യൂളുകളെല്ലാം ആരായിട്ട് മാറും? സീഡുകളായിട്ട് മാറും അല്ലേ. ഓവറി ആരായി മാറി? ഫ്രൂട്ടായി മാറി. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓവറി ഡെവലപ്സ് ഇൻടു ഫ്രൂട്ട്. ഓവറി ഫ്രൂട്ട് ആയിട്ടും ഓവ്യൂൾസ് ഡെവലപ്സ് ഇൻടു സീഡ്. ഓവ്യൂളുകൾ ആരായിട്ട് മാറും? സീഡ്സ് ആയിട്ട് മാറും. ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ ഓവറി മൊത്തത്തിൽ ഫ്രൂട്ട് ആകുന്നു, ഓവറിക്ക് അകത്തിരിക്കുന്ന ഒബ്യൂളുകളെല്ലാം സീഡ് ആവും. അതുകൊണ്ടാണ് ഫ്രൂട്ടിനുള്ളിൽ ആര് വരുന്നത്? സീഡ് വരുന്നത്. ഓവറി ഡെവലപ്പ് ചെയ്ത് ഫ്രൂട്ട് ആവുമല്ലോ, അപ്പൊ ഓവ്യൂൾസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് ആരാവും? സീഡ് ആവും. അങ്ങനെ സീഡ്സ് എല്ലാം എന്തിന്റെ ഉള്ളിൽ വരും? ഓവറിയുടെ അകത്ത് വരും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇതാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ആൻജിയോസ്പെർമ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് ഞാൻ പറയുന്നത് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഓക്കെ അല്ലേ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയാണ് നമ്മുടെ ആൻജിയോസ്പെർമ്സിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്കിനി നമ്മൾ 5 പ്ലാന്റ് ഗ്രൂപ്പുകൾ പഠിച്ചു. ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പെർമ്സ്, ആൻജിയോസ്പെർമ്സ്, അങ്ങനെ 5 പ്ലാന്റ് ഗ്രൂപ്പ്. ഈ എല്ലാവർക്കും ഒരേ ലൈഫ് സൈക്കിൾ അല്ല, പലർക്കും പല ടൈപ്പ് ലൈഫ് സൈക്കിളാണ്. ഇപ്പൊ നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത് പ്ലാന്റ്സിൽ കാണുന്ന ലൈഫ് സൈക്കിളാണ്. പ്ലാന്റിൽ 3 ടൈപ്പ് ലൈഫ് സൈക്കിൾ ഉണ്ട്. നമ്മളിപ്പോ പ്ലോയിഡ് പറയുമ്പം ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ്, ഇങ്ങനെയല്ലേ പറയാറ്? ഡിപ്ലോയിഡ് ഇങ്ങനെ പറയാം. പക്ഷേ ലൈഫ് സൈക്കിൾ പറയുമ്പോൾ ഹാപ്ലോയിഡിന് പകരം ലൈഫ് സൈക്കിൾ യൂസ് ചെയ്യുന്നത് ഹാപ്ലോണ്ടിക് എന്നാണ്. ഡിപ്ലോയിഡിന് പകരം ലൈഫ് സൈക്കിൾ യൂസ് ചെയ്യുന്നത് എന്താ? രണ്ട് ടേംസിന്റെ വ്യത്യാസം പറയുന്നത് ഡിപ്ലോണ്ടിക്, TIC. അപ്പൊ നമ്മൾ സാധാരണ പ്ലോയിഡ് പറയുമ്പോൾ ഹാപ്ലോയിഡ്, N ആണെങ്കിൽ ഹാപ്ലോയിഡ്, 2N ആണെങ്കിൽ ഡിപ്ലോയിഡ്. പക്ഷെ പ്ലോയിഡ് ഇത് ലൈഫ് സൈക്കിൾ പറയുമ്പോൾ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ഹാപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, അങ്ങനെ പറയും. ക്ലിയർ അല്ലേ? അപ്പൊ ആദ്യത്തെ ഏതാണ്? ഒന്നാമത്തെ ലൈഫ് സൈക്കിൾ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. എന്താണ് ഈ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ? ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്താണ് ഈ ഹാപ്ലോണ്ടിക്? പ്ലാന്റ്സിൽ കാണുന്ന ഒരു ടൈപ്പ് ലൈഫ് സൈക്കിൾ ആണ്. ഇത് ഇത്രയേ ഉള്ളൂ. ഒരു ഓർഗാനിസം, ഏത് ഓർഗാനിസം ആയിക്കോട്ടെ, ആ ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിൾ നോക്കിയാൽ, ലൈഫ് സൈക്കിൾ പറഞ്ഞാൽ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത്, ജനിക്കുന്നത്, അതിന്റെ റീപ്രൊഡക്ഷൻ, ഇങ്ങനെ അതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കുമ്പോൾ ഹാപ്ലോയിഡ് സ്റ്റേജുകളാണ് കൂടുതലെങ്കിൽ അത് നമുക്ക് എന്ത് വിളിക്കാം? ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ആ ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളിനെ, ആ ഓർഗാനിസത്തെ അല്ല, ആ ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളിനെ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കാം. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ആൽഗി, ഇപ്പൊ ഏതെങ്കിലും ഒരു ആൽഗി എടുക്കുകയാണ്, സ്പൈറോതെറിയോ ക്ലാമിഡോമോണസ് ഏതോ എടുക്കണം, ഒരു ആൽഗി എടുക്കുക. ഇതാണ് ആൽഗി എന്ന് ജസ്റ്റ് ചുമ്മാ വിചാരിച്ചു, ഒരു ആൽഗി ആണെന്ന് വിചാരിക്കുക. ഈ ആൽഗയുടെ മെയിൻ പ്ലാൻ ബോഡി ഹാപ്ലോയിഡ് എന്ന് ഞാൻ പറയാൻ, എങ്ങനെ വന്നെന്ന് നമുക്ക് അറിഞ്ഞൂടാ, കാണാതെ മനസ്സിലാക്കുക ഹാപ്ലോയിഡ് ബോഡിയാണ്. ബാക്കിയെല്ലാം പറയാം. ഇതിനടുത്ത് മെയിൽ ഗ്യാമീറ്റ് ഫോം ചെയ്യും. ആ മെയിൽ ഗ്യാമീറ്റ് ഹാപ്ലോയിഡ് ആണ്. ഇതിന് ഫോം ചെയ്യുന്ന ഫീമെയിൽ ഗ്യാമീറ്റ് ഹാപ്ലോയിഡ് ആണ്. മെയിൽ ഗ്യാമീറ്റ് ഹാപ്ലോയിഡ് ആണ്. അപ്പൊ ഗ്യാമീറ്റ്സ് ഹാപ്ലോയിഡ്, മെയിൻ ബോഡി ഹാപ്ലോയിഡ്, ഗ്യാമീറ്റുകൾ രണ്ടും ഹാപ്ലോയിഡ്. ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്താൽ ആര് ഫോം ചെയ്യും? നമുക്കറിയാം, സൈഗോട്ട് ഫോം ചെയ്യും. മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ് ഫ്യൂസ് ചെയ്താൽ ആര് ഫോം ചെയ്യും? സൈഗോട്ട്. ഡിപ്ലോയിഡ് ആയിട്ടുള്ള ആര് ഫോം ചെയ്യും? സൈഗോട്ട്. ഇതാണ് മനസ്സിലായത്. ഒരു സ്റ്റേജ് ഇവിടെ എന്ത് വന്നു? ഡിപ്ലോയിഡ്. ഇനി സൈഗോട്ടിന് നേരെ പുതിയ ആൽഗ ഉണ്ടാവുകയല്ല ചെയ്യുന്നേ. ഈ സൈഗോട്ടിന് എന്തെന്നറിയാമോ? മിയോസിസിലൂടെ സൈഗോട്ട് സ്പോർ ആകും. സൈഗോട്ട് ആരായി മാറും? മിയോസിസിലൂടെ സൈഗോട്ട് സ്പോർ ആയിട്ട് മാറും. സ്പോർ. ഈ സ്പോർ എന്ന് പറയുന്ന സാധനം ഹാപ്ലോയിഡ് ആണ്. ഈ ഓരോ സ്പോറിൽ നിന്നും ഓരോ ആൽഗ ഉണ്ടാവും. ക്ലാമിഡോമോണസ് ആണെങ്കിൽ ക്ലാമിഡോമോണസ്, സ്പൈറോഗേര ആണെങ്കിൽ സ്പൈറോഗേര, കാര ആണെങ്കിൽ കാര, ഓൾബോക്സ് ആണെങ്കിൽ എന്തായാലും ഓരോ സ്പോറിൽ നിന്നും ഓരോ ആരായി മാറും? ആൽഗയായി മാറും. ഇവിടെ നിങ്ങൾ നോക്കി, ഇപ്പൊ എന്തുകൊണ്ട് മെയിൻ പ്ലാൻ ബോഡി ഹാപ്ലോയിഡ് എന്ന് വെച്ചാൽ സ്പോർ, ഹാപ്ലോയിഡ് സ്പോർ വളർന്നാണ് മെയിൻ പ്ലാൻ ബോഡി ഉണ്ടായത്. അതുകൊണ്ടാണ് മെയിൻ
പ്ലാൻ ബോഡി ഹാപ്ലോയിഡ്. അപ്പൊ മെയിൻ പ്ലാൻ ബോഡി ഹാപ്ലോയിഡ്, അതിൽ നിന്നുണ്ടായ ഗ്യാമീറ്റുകൾ ഹാപ്ലോയിഡ്, കണ്ടോ സ്പോർ ഹാപ്ലോയിഡ്, ആകപ്പാടെ ഒരൊറ്റ ഡിപ്ലോയിഡ് സ്റ്റേജ് ആണുള്ള സൈഗോട്ട് മാത്രം. അപ്പൊ ഇവിടെ മെജോറിറ്റി സ്റ്റേജ്, ഏറ്റവും കൂടുതൽ സ്റ്റേജുകൾ ഏതാണ്? ഹാപ്ലോയിഡ് അല്ലേ? മെയിൻ പ്ലാൻ ബോഡി, ഗ്യാമീറ്റ്, സ്പോർ, ഇതെല്ലാം ഹാപ്ലോയിഡ്. അപ്പൊ ഒരു ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളിലെ മെജോറിറ്റി സ്റ്റേജും ഹാപ്ലോയിഡ് സ്റ്റേജുകളാണെങ്കിൽ അത്തരം ഓർഗാനിസംസിന്റെ ലൈഫ് സൈക്കിൾ വിളിക്കുന്ന പേരാണ് ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. അപ്പൊ ഇവിടെ നമ്മൾ എക്സാമ്പിൾ കണ്ടതാണ്, ഒരു ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളിൽ കൂടുതൽ സ്റ്റേജും ഹാപ്ലോയിഡ് സ്റ്റേജ് ആണെങ്കിൽ ആ ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളിനെ നമുക്ക് എന്ത് വിളിക്കാം? ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കാം. ഹാപ്ലോണ്ടിക്. അപ്പം ഹാപ്ലോയിഡ് ലൈഫ് സൈക്കിൾ എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് ആരെ പറയാം? ക്ലാമിഡോമോണാസിനെ പറയാം, സ്പൈറോഗൈറ പറയാം, ഓൾവോക്സ് പറയാം. ഇതെല്ലാം ആൽഗകളാണല്ലേ, ഇവരെല്ലാം എന്തൊരു എക്സാമ്പിളാ? ഇവർക്കെല്ലാം ഹാപ്ലോയിഡ് ലൈഫ് സൈക്കിൾ. കാരണം ഇവരുടെയൊക്കെ ലൈഫ് സൈക്കിളിൽ കൂടുതൽ സ്റ്റേജും ഹാപ്ലോയിഡ്. സ്റ്റേജ് പറയുമ്പോൾ ഹാപ്ലോയിഡ് എന്നേ പറയാം, ഹാപ്ലോണ്ടിക് എന്ന് പറയില്ല. ലൈഫ് സൈക്കിൾ പറയുമ്പോൾ മാത്രം ഹാപ്ലോണ്ടിക് എന്ന് പറയും. മീനിങ് ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, കൂടുതൽ സ്റ്റേജും ഹാപ്ലോയിഡ് സ്റ്റേജ്. അപ്പൊ ഡോമിനന്റ് സ്റ്റേജ് എന്നായിരിക്കും നമ്മുടെ ടെക്സ്റ്റിൽ നമ്മൾ വായിക്കുമ്പോൾ ഡോമിനന്റ് സ്റ്റേജ് ഹാപ്ലോയിഡ് കൂടുതലുള്ളത് എന്ന് തന്നെയാണ് മീനിങ്. രണ്ടാമത്തത് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. എന്താണ് ഈ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ? ഒരു ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളിലെ കൂടുതൽ സ്റ്റേജ് ഡിപ്ലോയിഡ് സ്റ്റേജ് ആണ്. ഇപ്പൊ നമുക്ക് ആൻജിയോസ്പേംസ്, ജിംനോസ്പേംസ് എടുക്കാം. മെയിൻ പ്ലാൻ ബോഡി ഡിപ്ലോയിഡ് ആണ്. അതിന്റെ ആന്തർ, അതിന്റെ കാർപ്പൽ, ഇതെല്ലാം ഡിപ്ലോയിഡ് ആണ്. ആന്തറിനുള്ളിലെ മൈക്രോസ്പോറാഞ്ചത്തിലെ മൈക്രോസ്പോർ മദർ സെൽ ഡിപ്ലോയിഡ് ആണ്. അല്ലെ, ഇവിടെ എംബ്രിയോസാക്കിനകത്തിരിക്കുന്ന ന്യൂസെല്ലസിന്റെ സെല്ലൊക്കെ ഡിപ്ലോയിഡ് ആണ്. ഇനിയാണ് ഈ മൈക്രോസ്പോർ മദർ സെല്ലിൽ മിയോസിസിലൂടെ ഡിവൈഡ് ഉണ്ടാകുന്ന പോളൻ ഗ്രെയിൻ, അതിനകത്തിരിക്കുന്ന മെയിൽ ഗ്യാമീറ്റ്. ഈ എംബ്രിയോസാക്കിനകത്തുണ്ടാകുന്ന എഗ്. അപ്പൊ ഈ പോളൻ ഗ്രെയിനകത്തിരിക്കുന്ന പോളൻ ഗ്രെയിനും അതിനുള്ളിലെ മെയിൽ ഗ്യാമീറ്റ്, എംബ്രിയോസാക്കും അതിനുള്ളിലിരിക്കുന്ന എഗ്ഗും, ഇത്രയേ ഉള്ളൂ ഇവിടെ ഹാപ്ലോയിഡ്. ബാക്കി മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ് ഫീസ് ചെയ്തുണ്ടാകുന്ന സൈഗോട്ട് ഡിപ്ലോയിഡ്, സൈഗോട്ട് വളർന്നുണ്ടാകുന്ന എംബ്രിയോ ഡിപ്ലോയിഡ്, എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് അടുത്ത പ്ലാന്റ് ആയി മാറുമ്പോൾ മെയിൻ പ്ലാന്റ് ഡിപ്ലോയിഡ്, മെയിൻ പ്ലാന്റിന്റെ എല്ലാ പാർട്ടും ഡിപ്ലോയിഡ്. ഇവിടെ ഹാപ്ലോയിഡ് ആയിട്ട് വന്നത് ആകെപ്പാടെ പോളൻ ഗ്രെയിൻ അതിനകത്തിരിക്കുന്ന മെയിൽ ഗ്യാമീറ്റ്, എംബ്രിയോസാക്ക് അതിനകത്തിരിക്കുന്ന ഫീമെയിൽ ഗ്യാമീറ്റ്, ഇത്രയേ ഉള്ളൂ ഹാപ്ലോയിഡ്. ബാക്കി എല്ലാം ഡിപ്ലോയിഡ്. അപ്പൊ അവിടെ ഹാപ്ലോയിഡ് സ്റ്റേജ് ആണ് കൂടുതലെങ്കിൽ ഇവിടെ ഏത് സ്റ്റേജ് ആണ് കൂടുതൽ? ഡിപ്ലോയിഡ് സ്റ്റേജ് ആണ് കൂടുതൽ. അപ്പം ഒരു ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളിലെ കൂടുതൽ സ്റ്റേജ് ഏത് സ്റ്റേജ് ആണെങ്കിൽ? ഡിപ്ലോയിഡ് സ്റ്റേജുകളാണെങ്കിൽ. അപ്പൊ ഇവിടുത്തെ ഡോമിനന്റ് സ്റ്റേജ് എന്ത് സ്റ്റേജ് ആണ്? ഡിപ്ലോയിഡ് സ്റ്റേജ് അല്ലേ? അല്ലേ, ഡോമിനന്റ് സ്റ്റേജ് എന്നാണ് ഡിപ്ലോയിഡ് സ്റ്റേജ്. എന്ത് വിളിക്കാം? ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ. അപ്പൊ ഇതിന് എക്സാമ്പിൾ ചോദിച്ചാൽ, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ആൻജിയോസ്പേംസ് പറയാം, ജിംനോസ്പേംസ് പറയാം, ഒരു ആൽഗയെ പറയാം. കേട്ടോ, ഇതിനകത്തൊരു ആൽഗ ഉണ്ട്, ഫ്യൂക്കസ്. ഒരു തവണ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ആൽഗ അറിയാലോ, ആദ്യത്തെ പ്ലാൻ ഗ്രൂപ്പ് ഒട്ടും ഡെവലപ്ഡ് അല്ലാത്ത പ്ലാൻ ഗ്രൂപ്പ്. പക്ഷെ അതിന്റെ ലൈഫ് സൈക്കിൾ നോക്ക്, ഹയർ പ്ലാന്റുകളായ ആൻജിയയ്ക്കും ജിംനോയ്ക്കുള്ള ലൈഫ് സൈക്കിളാണ് ഏത് ആൽഗയ്ക്ക്? ഫ്യൂക്കസ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഫ്യൂക്കസ് ഷോസ് ദി ക്യാരക്ടർ ഓഫ് ഹയർ പ്ലാന്റ്സ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. ഫ്യൂക്കസ് എന്ന് പറയുന്ന ഇത്തിരി പോകുന്ന ഒരു ആൽഗെ ഹയർ പ്ലാന്റുകളായ ആൻജിയോയുടെയും ജിംനോയുടെയും ക്യാരക്ടർ കാണിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കും? ഇത്തിരി പോകുന്ന ഒരു ആൽഗെ വലിയ പ്ലാന്റുകളായ ആൻജിയോയുടെയും ജിംനോയുടെയും എന്ത് ക്യാരക്ടർ കാണിക്കാനാ? അവിടെയാണ് നമ്മൾ തെറ്റിയത്. എന്താണ് സംഭവം? ആ വലിയ പ്ലാന്റുകളായ ആൻജിയോയ്ക്കും ജിംനോയ്ക്കുള്ള ലൈഫ് സൈക്കിൾ ഏതാ? അവരുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഡിപ്ലോയിഡ്. അതേ ലൈഫ് സൈക്കിളാണ് ഇത്തിരി പോകുന്ന ആൽഗയായ ആർക്കും ഉള്ളത്? ഫ്യൂക്കസ്. ആ ഒരു മീനിങ്ങിൽ മാത്രമാണ് പറയുന്നത് ഫ്യൂക്കസ് ഷോസ് ദി ക്യാരക്ടർ ഓഫ് ഹയർ പ്ലാന്റ്. അടുത്ത ലാസ്റ്റ് എന്താണ്? ഹാപ്ലോ ഡിപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ. എന്തായിരിക്കും? ഒരു ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളില് ഹാപ്ലോയിഡ് സ്റ്റേജുകളുടെ എണ്ണവും ഡിപ്ലോയിഡ് സ്റ്റേജുകളുടെ എണ്ണവും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ. നമ്മൾ ഈ ടെറിഡോഫൈറ്റും ബ്രയോഫൈറ്റും നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം ടെറിഡോഫൈറ്റിന്റെ മെയിൻ പ്ലാൻ ബോഡിയായ സ്പോറോഫൈറ്റ് ഡിപ്ലോയിഡ് ആണ്. അതിൽ നിന്നാണ് സ്പോർ ഹാപ്ലോയിഡ്. അപ്പൊ ഒരു ഡിപ്ലോയിഡ് സ്റ്റേജ് ഒരു ഹാപ്ലോയിഡ് ആയി. സ്പോർ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് പ്രോത്താലസും ഹാപ്ലോയിഡ്. ആ പ്രോത്താലസിൽ നിന്നാണ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ് ഹാപ്ലോയിഡ്. ഇപ്പൊ 3 ഹാപ്ലോയിഡ് സ്റ്റേജ് ഉണ്ട്. സ്പോറിൽ നിന്നുള്ള പ്രോത്താലസ്, പ്രോത്താലസിൽ ഉണ്ടാകുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്. ഇനി ഗ്യാമീറ്റ് ഫ്യൂസിൽ നിന്ന് സൈഗോട്ട് ഡിപ്ലോയിഡ്, സൈഗോട്ടിൽ നിന്നുണ്ടാകുന്ന എംബ്രിയോ ഡിപ്ലോയിഡ്, എംബ്രിയോ നിന്നുണ്ടാകുന്ന മെയിൻ പ്ലാൻ ബോഡിയായ സ്പോറോഫൈറ്റ് ഡിപ്ലോയിഡ്. ഇവിടെ 3 ഡിപ്ലോയിഡ് സ്റ്റേജും 3 ഹാപ്ലോയിഡ് സ്റ്റേജും വരും. അപ്പൊ ഏകദേശം അല്ലെങ്കിൽ ഇത് ഈക്വൽ എന്ന് തന്നെ പറയാം. ഹാപ്ലോയിഡ് സ്റ്റേജിന്റെയും ഡിപ്ലോയിഡ് സ്റ്റേജിന്റെയും എണ്ണം ഈക്വൽ അല്ലേ?
ഈക്വൽ അല്ലേ? ഇനി ബ്രയോ എടുത്താലും ഇപ്പം ഒരു 5 സ്റ്റേജ് വന്നാൽ ചിലപ്പോൾ ഒരു സ്റ്റേജ് കൂടുതൽ ഹാപ്ലോയിഡ് വരാം. എന്നാലും ഡിപ്ലോയിഡ് സ്റ്റേജിന്റെ എണ്ണം തീരെ കുറവല്ല. ഒരു സ്റ്റേജ് മാത്രമല്ല ഡിപ്ലോയിഡ് അല്ലെ? ഇപ്പൊ നമ്മുടെ ബ്രയോഫൈറ്റ് പറയണം മെയിൻ പ്ലാൻ ബോഡി ഹാപ്ലോയിഡ് ആണ്. ആ മെയിൻ പ്ലാൻ ബോഡിയിൽ നിന്നുണ്ടാകുന്ന ഗ്യാമീറ്റുകളും ഹാപ്ലോയിഡ് ആണ്. രണ്ടാണ് ഗ്യാമീറ്റ് ഫ്യൂഷൻ സൈഗോട്ട്, സൈഗോട്ടിൽ നിന്നുണ്ടാകുന്ന സ്പോറോഫൈറ്റ്, സ്പോറോഫൈറ്റിന്റെ ആ ക്യാപ്സ്യൂളിനകത്തുള്ള സെല്ലുകൾ ഇതെല്ലാം ഡിപ്ലോയിഡ്. ആ സെല്ല് ഡിവൈഡ് ചെയ്തുകൊണ്ടാകുന്ന സ്പോർ വീണ്ടും ഹാപ്ലോയിഡ് മെയിൻ പ്ലാൻ ബോഡി. ഇവിടെ ഒരു 5 സ്റ്റേജ് അല്ലെങ്കിൽ 5 സ്റ്റേജ് വരുമ്പം 2 ഡിപ്ലോയിഡ് സ്റ്റേജ് 3 ഹാപ്ലോയിഡ് സ്റ്റേജ് വരും. 2 ഡിപ്ലോയിഡ് സ്റ്റേജ് 3 ഹാപ്ലോയിഡ് സ്റ്റേജ്. എന്നാലും മുൻതൂക്കം ഹാപ്ലോയിഡ് അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ ഹാപ്ലോ ഡിപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ. അഥവാ ഒരു സ്റ്റേജ് എങ്ങാനും കൂടുതൽ വന്നാൽ ഇപ്പൊ 7 സ്റ്റേജ് എന്ന് വിചാരിച്ചു എങ്കിൽ 4 സ്റ്റേജ് ഹാപ്ലോയിഡ് ആയിരിക്കും. 4 സ്റ്റേജ് ഹാപ്ലോയിഡ് ആയിരിക്കും, 3 സ്റ്റേജ് ആയിരിക്കും ഡിപ്ലോയിഡ്. ഒരു മുൻതൂക്കം ആർക്കാണ് അവിടെ കൂടുതൽ? ഹാപ്ലോയിഡ് സ്റ്റേജുകൾക്കാണ്. അപ്പൊ എന്തായാലും അവിടുത്തെ മീനിങ് എന്താണ്? ഹാപ്ലോയിഡ് സ്റ്റേജുകളുടെ എണ്ണവും ഡിപ്ലോയിഡ് സ്റ്റേജുകളുടെ എണ്ണവും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണെങ്കിൽ ചിലപ്പോൾ ഒരുപോലെ വരും. മൊത്തം ടോട്ടൽ 6 സ്റ്റേജ് വന്നാൽ 3 ഹാപ്ലോയിഡ് 3 ഡിപ്ലോയിഡ് സ്റ്റേജ്. 7 സ്റ്റേജ് വന്നാൽ ഈക്വൽ വരാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ 4 സ്റ്റേജ് ആരായിരിക്കും? ഹാപ്ലോയിഡ്. അപ്പൊ നിങ്ങൾ ചോദിക്കണേ ഈ ഹാപ്ലോയിഡ് ലൈഫ് സൈക്കിൾ എന്ന് വിളിച്ചൂടെ? ഹാപ്ലോയിഡ് സ്റ്റേജിൽ അവിടെ കൂടുതൽ. പക്ഷേ ഹാപ്ലോയിഡ് സ്റ്റേജ് 4 വന്നാൽ ഡിപ്ലോയിഡ് സ്റ്റേജ് 1 അല്ല വന്നേ, ഡിപ്ലോയിഡ് സ്റ്റേജ് 3 വന്നു. അപ്പൊ ഹാപ്ലോയിഡ് സ്റ്റേജിന്റെ ഡിപ്ലോയിഡ് സ്റ്റേജിന്റെ എണ്ണം തമ്മിൽ വലിയ ഡിഫറൻസ് വന്നില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡിപ്ലോ ഹാപ്ലോയിഡിക് എഴുതുന്നത് ഹാപ്ലോ ഡിപ്ലോയിഡിക്. ഒരല്പം മുൻതൂക്കാർക്കാ കൂടുതൽ ഹാപ്ലോയിഡ് സ്റ്റേജ്. ചിലപ്പോൾ ഈക്വൽ ആയിരിക്കും, 2 ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് ഈക്വൽ ആയിരിക്കും. ചിലപ്പോൾ ഒരു സ്റ്റേജ് എങ്ങാനും കൂടുതൽ വന്നാൽ അതേതായിരിക്കും? ഹാപ്ലോയിഡ്. ഓക്കെ. അപ്പൊ ഒരു ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളിലെ ഹാപ്ലോയിഡ് സ്റ്റേജുകളുടെയും ഡിപ്ലോയിഡ് സ്റ്റേജുകളുടെ എണ്ണം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണെങ്കിൽ ആ ലൈഫ് സൈക്കിൾ എന്ത് വിളിക്കാം? ഹാപ്ലോ ഡിപ്ലോയിഡിക്. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ള ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്. 3 ആൽഗയുണ്ട്: എക്ടോകാർപ്പസ്, പോളിസൈഫോണിയ, എക്ടോകാർപ്പസ്, പോളിസൈഫോണിയ, കെൽപ്സ്. അപ്പം ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, എക്ടോകാർപ്പസ്, പോളിസൈഫോണിയ, കെൽപ്സ്. ഇവിടെ പ്രത്യേകത 3 ലൈഫ് സൈക്കിൾ ആൽഗയുണ്ട്. ഹാപ്ലോയിഡ് ലൈഫ് സൈക്കിൾ ആൽഗകൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ ആൽഗ ക്ലാമിഡോമോണാസ്, സ്പൈറോഗെന, വോൾവോക്സ് അവരൊക്കെ. ഡിപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ വന്നപ്പോഴും ഒരാൽഗ വന്നു, ഫ്യൂക്കസ്. അടുത്ത ഹാപ്ലോയിഡ് ഡിപ്ലോയിഡിക് വന്നപ്പോൾ അവിടെയും ബ്രയോയും ടെറിഡോയും പോയിട്ട് പിന്നെ ആര് വന്നു? 3 ആൽഗ വന്നു: എക്ടോകാർപ്പസ്, പോളിസൈഫോണിയ ആൻഡ് കെൽപ്സ്. അപ്പൊ ഈ 3 സൈക്കിളിൽ നമുക്ക് ചെറിയൊരു ഡയഗ്രത്തിൽ സൂചിപ്പിക്കാം. ആദ്യത്തെ ഹാപ്ലോ ഡിപ്ലോയിഡിക് ഏത് സ്റ്റേജാ കൂടുതൽ? ഹാപ്ലോയിഡ് സ്റ്റേജുകളുടെ എണ്ണം കൂടുതൽ അല്ലേ? ഇവിടെ ഹാപ്ലോയിഡ് ഇതിവിടെ ഇങ്ങനെ N ഉണ്ടാവും. ഹാപ്ലോയിഡ് സ്റ്റേജുകളുടെ എണ്ണം കൂടുതൽ. ഞാൻ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്ത് വിചാരിക്കാം? ഡിപ്ലോയിഡ് സ്റ്റേജ്. ഡിപ്ലോയിഡ് സ്റ്റേജുകളുടെ എണ്ണം കുറവ് അല്ലെ? 2n സ്റ്റേജുകളുടെ എണ്ണം കുറവ്. ഹാപ്ലോയിഡ് സ്റ്റേജിലെ എണ്ണം കൂടുതൽ. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഹാപ്ലോയിഡ് സ്റ്റേജ്. ഇനി ഡിപ്ലോയിഡ് ലൈഫ് സൈക്കിൾ വരുമ്പോൾ എന്ത് വരും? തിരിച്ചു വരും. ആരുടെ എണ്ണം കൂടുതൽ? ഡിപ്ലോയിഡ് സ്റ്റേജുകളുടെ എണ്ണം കൂടുതൽ അല്ലെ? ഡിപ്ലോയിഡ് സ്റ്റേജുകളുടെ എണ്ണമാണ് അവിടെ എന്ത് വരുന്നത്? കൂടുതൽ വരുന്നത്. ഹാപ്ലോയിഡ് സ്റ്റേജുകളുടെ എണ്ണം വളരെ കുറവാണ് അല്ലെ? അപ്പൊ എന്താ? ഡിപ്ലോയിഡ് ലൈഫ് സൈക്കിൾ വന്നപ്പം N കുറവാണ്, ഡിപ്ലോയിഡ് സ്റ്റേജുകളുടെ എണ്ണമാണ് കൂടുതൽ. ഇനി ഹാപ്ലോ ഡിപ്ലോയിഡിക് വരുമ്പോഴും ഹാപ്ലോയിഡ് സ്റ്റേജിൽ എണ്ണം ഡിപ്ലോയിഡ് സ്റ്റേജിൽ എണ്ണം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. എന്നാൽ ഒരു ചെറിയ മുൻതൂക്കം ആർക്ക് കൂടുതൽ എന്ന് പറഞ്ഞു? ഹാപ്ലോയിഡിനാണ് ഒരു ചെറിയ മുൻതൂക്കം കൂടുതൽ അല്ലെ? ഇവിടെ എന്താ? ഡിപ്ലോയിഡ്. ചെറിയൊരു ഡയഗ്രത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ ഡയഗ്രാം വരച്ചു പോലും നമുക്ക് ഈ 3. അപ്പൊ ഒരു ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളിൽ കൂടുതൽ സ്റ്റേജ് ഹാപ്ലോയിഡ് സ്റ്റേജ് ആണെങ്കിൽ ആ ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളിനെ ഹാപ്ലോയിഡിക് ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കും. ഒരു ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളിൽ കൂടുതൽ സ്റ്റേജും ഡിപ്ലോയിഡ് സ്റ്റേജ് ആണെങ്കിൽ ആ ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളിനെ ഡിപ്ലോയിഡ് ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കും. ഒരു ഓർഗാനിസത്തിന്റെ ലൈഫ് സൈക്കിളിൽ കൂടുതൽ സ്റ്റേജും ചിലപ്പോൾ ഹാപ്ലോയിഡ് സ്റ്റേജ് ആയിരിക്കും കൂടുതൽ, ചിലപ്പോൾ ഒരു എണ്ണത്തിൽ വ്യത്യാസം വരാം. എന്നാലും മുൻതൂക്കം ഹാപ്ലോയിഡ് ആണ്. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണെങ്കിൽ ഹാപ്ലോ ഡിപ്ലോയിഡിക്.